والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عباد الله أوصيكم وإياي بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട കുട്ടികളെ റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ലാ നല്ല ഒരു ഹൃദയത്തിന് ഒരു പ്രത്യേകമായ ഭയഭക്തിയും ശാന്തിയും ഒക്കെ നൽകുന്ന നല്ലൊരു പ്രസംഗമാണ്, നല്ലൊരു വാദമാണ് ഇപ്പോൾ ഇതുവരെയൊക്കെ നമ്മൾ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാദ പറഞ്ഞ ഉസ്താദിനും അതിൽ സംഘടിപ്പിച്ച ആളുകൾക്കും അതിന്റെ ലൈവ് നമുക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഹാഷിമിനും അതുപോലുള്ള ആളുകൾക്ക് അതിന്റെ പ്രവർത്തകർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വീട്ടിലും ഗുണം നൽകട്ടെ, ഖൈർ പ്രദാനം ചെയ്യട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്ത് ചില PM-കളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് മറുപടി പറയേണ്ടതുണ്ട്. പല ആളുകളും ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടവർക്ക് നമ്മൾ ഈ മൈക്കെടുത്തിട്ടേ അതുകൊണ്ട് ക്ലാസ് റൂമിൽ ദുആ ചെയ്തല്ലാതെ അവർക്ക് സമാധാനം കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഹാഷിമിന് ഞാൻ PM ചെയ്തിട്ട് മൈക്ക് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല. അത് കാണാൻ ചിലപ്പോ അത് ആക്ഷേപിക്കേണ്ട വിഷയമല്ല. കാരണം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോ അപ്പൊ അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അത് ലൈവ് കൊടുക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ വേറെ അവർക്ക് പോയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ PM കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഡോട്ടിട്ട് മൈക്ക് എടുക്കേണ്ടി വന്നത് എന്ന് അറിയിക്കാം. ഞാൻ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ അൻവരിയുടെ നല്ലൊരു ക്ലാസ് വരാനിരിക്കുകയാണ്. നൂർഷാ ത്വരീഖത്ത് എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്ന വിഷയത്തെ കുറിച്ച്. ബഹുമാനപ്പെട്ട സമസ്തകൾ ജമഅത്തുൽ നൂർഷാ ത്വരീഖത്തിനെയും വടകര ത്വരീഖത്തിനെയും അല്ലേ, അതുപോലെ തന്നെ അങ്ങനെ കുറെ കള്ള ത്വരീഖത്തിനൊക്കെ എതിർത്തിട്ടുണ്ട്, ആലുവ ത്വരീഖത്ത്. അപ്പൊ നൂർഷാ ത്വരീഖത്തിനെ കുറിച്ചാണ് അദ്ദേഹം ക്ലാസ് എടുക്കുന്നതെങ്കിലും ഓക്കെ അൽഹംദുലില്ലാ നൂർഷാ ത്വരീഖത്തിനെ കുറിച്ചാണ് അദ്ദേഹം വിഷയം അവതരിപ്പിക്കുക എങ്കിലും എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ അവസരം ഉണ്ടാവും. ആലുവക്കാർക്ക് വേണം ചോദിക്കാം, വടകരക്കാരും ഇങ്ങനെ ചോദിക്കാൻ വരലില്ലല്ലോ. അതൊക്കെ മരിച്ചു പോയി. അതാണ് എല്ലാ ബാത്തിലിനും ഒരു കാലം ഉണ്ടാവും അല്ലേ. ഹഖ് ഖിയാമത്ത് നാൾ വരെയൊക്കെ നിലനിൽക്കുകയും ബാത്തിൽ എപ്പോഴും ഉണ്ടാവും. തുമൂജു കമൗജിൽ ബഹരി എന്നാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഈ മറ്റേ വിഭാഗക്കാർ സമസ്തേന്ന് അവരെ പുറത്താക്കിയ ആ സമയത്ത് അവർക്ക് ഫിത്ന ഉണ്ടാക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശംസുലമിന്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. നേക്ക് കേട്ടെന്നെ ഇത് നിങ്ങൾ ഫിത്ന ഉണ്ടാവൂല, ഒരിക്കലും ഫിത്നയിൽ നിന്നൊക്കെ ഈ മുസ്ലിം ഉമ്മത്ത് രക്ഷപ്പെടും എന്ന് നിങ്ങൾ ആരും മനസ്സിലാക്കണ്ട. ഫിത്ന എന്നും ഖിയാമത്ത് നാൾ വരെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു ഫിത്നക്കും സ്ഥായിയായ നിലനിൽപ്പുണ്ടാവുകയില്ല എന്ന് പറഞ്ഞു ശംസുലമ. അതിനാൽ അത് അദ്ദേഹം പറഞ്ഞത് ഒരു ഫിത്ന വരും, മിടന്തെയ്യും ആ ഫിത്ന അവസാനിക്കും, അപ്പത്തേക്ക് വേറെ ഫിത്ന വരും, അതും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് അവസാനിക്കും അല്ലേ. അപ്പോഴൊക്കെ ഹഖ് നിലനിൽക്കും. അതാണ് തമൂജുക മൗജിൽ ബഹരി, സമുദ്രത്തിലെ തിരമാലകൾ പോലെ എന്റെ ഈ ഉമ്മത്തിൽ ഫിത്ന ഉണ്ടാവുന്ന റസൂല പറഞ്ഞത്. എന്താ സമുദ്രത്തിന് തിരമാലിന്റെ സ്വഭാവം എന്താ ശംസുലമാണ് പറഞ്ഞ. സമുദ്രത്തിന്റെ തിരമാല എന്ന് പറഞ്ഞാൽ ഒരു തിരമാല വരും, അത് കരയിലേക്ക് അണയും അല്ലേ. എന്നിട്ടോ അപ്പൊ അത് കഴിഞ്ഞി, അപ്പൊ ആ ഫിത്ന കഴിഞ്ഞി, ആ തിരമാല അതോടുകൂടി അവസാനിച്ചു. എന്നാ തിരമാല അവസാനിച്ചു, അതോടുകൂടി സമുദ്രത്തിൽ തിരമാല ഉണ്ടാവൂലേ. അപ്പൊ വേറെ തിരമാല വരും, അതും കരക്കിൽ നിന്ന് അതും കഴിഞ്ഞ് അപ്പൊ വേറെ തിരമാല വരും. അപ്പൊ തിരമാലകൾക്ക് സ്ഥായിയായ നിലനിൽപ്പില്ല അല്ലെ. ഓരോ തിരമാലയും അതിന്റെ കരക്കൽ അണിഞ്ഞാൽ അതിന്റെ തുള്ളൽ കഴിഞ്ഞി, അതിന്റെ ആ തുള്ളൽ അതോടുകൂടി കഴിഞ്ഞു. പക്ഷെ ഇനി വേറെ തിരമാല പിന്നെ തുള്ളുക. അതാണ് ബഹുമാനപ്പെട്ട ശംസുൽ എന്ന ഹദീസിനെ കുറിച്ച് വിവരിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ എന്തെല്ലാം കള്ളത്തരീഖത്തുകൾ, എന്തെല്ലാം കള്ളപ്രസ്ഥാനങ്ങൾ അല്ലെ, എന്തെല്ലാം വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം തന്നെ അല്ലെ ഖവാരിജികളെന്ന്, മുഅ്തസിലികളെന്ന്, റാഫിലികള്, മറ്റേ ഖദ്രിയാക്കള്, പിന്നെന്തൊക്കെ ലാദ്രിയാക്കള്, മുജസ്സിമുകള്, ഇങ്ങനെ എന്തെല്ലാം വിഭാഗക്കാരാണ് വന്നതില്ലേ. ഒക്കെ കുറെ വന്ന് പിന്നെ അതെന്ന് നശിക്കും. അത് നമ്മൾ കേരളത്തിൽ തന്നെയാണെങ്കിൽ പലതരം കുരു തെരീഖത്ത്, മറ്റ് വടകര തെരീഖത്ത്, പിന്നെ അങ്ങനെ കുറെ തെരീഖത്തുകള്, അങ്ങനെ പലതും, അങ്ങനെ പല സംഘടനകളും ഒക്കെ വന്ന് അതൊക്കെ കണ്ട് അവസാനിച്ചു പോവുകയും ചെയ്തു. ബഹരി. എന്നാൽ അൽഹംദുലില്ലാ ഷിയാക്കളൊക്കെ പലരും വന്നിട്ടുണ്ട്, പലരും അസ്തമിച്ചിട്ടുണ്ട്. അതിന്റെ അങ്ങനെ വകഭേദങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അൽഹംദുലില്ലാ അഹ്ലു സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന സത്യപ്രസ്ഥാനമോ അത് അന്ന് മുതൽ ഇന്നേവരേക്കും ഉണ്ട്, അത് ഖിയാമത്ത് നാൾ വരേക്കും ഉണ്ടാവുകയും ചെയ്യും. അതിനിങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടാകും,
അതൊക്കെ നേരിടണം. അത് നേരിടും. അതെന്തിനാണ് അങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത്? ആ പ്രതിസന്ധിയെ നേരിടുന്നതിന്റെ പ്രതിഫലം ഈ ഉമ്മത്തിന് ലഭിക്കാൻ വേണ്ടിയാണ്. അതാ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിലോട്ട് ഒഴുകി പോവുകയല്ല. അത് നേരിട്ട് കൊണ്ട് എന്ത് ചെയ്യണം? ആ നേരിടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സവാബ് നൽകിക്കൊണ്ട് ആദരിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് ഈ ഉമ്മത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കുകയും അതിൽ ഉറപ്പിച്ച് നിൽക്കുകയും ചെയ്യുന്നവരിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ എന്ന് ദുആ ചെയ്ത് ഏതാനും ചില ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുകയാണ്. ദുആ ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാ 970 നമ്മുടെ ക്ലാസ് റൂമിന്റെ എല്ലാമായ അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് സുഖമില്ല, ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മാതാവിന് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. സിഹത്തും ആഫിയത്തും അള്ളാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് സിഹത്തോടു കൂടി ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട റഷീദ് ഫൈൽ അല്ലേ, അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പട്ടാമ്പി സ്വദേശിയാണ് അല്ലെ, പട്ടാമ്പി മുദരിസൊക്കെയാണ്. അദ്ദേഹത്തിന് ചില കഴിവുകൾ ഉണ്ട് എന്നല്ലേ. എല്ലാവരുടെ കഴിവ് നമ്മുടെ റൂമിന് ആവശ്യമാണ്. സമസ്തകാല ഇസ്ലാമിക് ക്ലാസ് റൂമിനെ എല്ലാവരുടെയും കഴിവും ആവശ്യമാണ്. വാല് പറയാൻ പറ്റുന്ന വാല് മൈക്കത്ത് വാലറിയാൻ എന്തൊരു വിഷയത്തെക്കുറിച്ച് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ വാഗ്വാദം അല്ല വിവാദ വിഷയങ്ങളെ കുറിച്ചാണെങ്കിൽ അതങ്ങനെയാവുക. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഡോക്ടർമാരൊക്കെ ഉണ്ട്, അവര് പിന്നെ അത് സംബന്ധമായ നമ്മുടെ എന്താണ് നിസാർ അല്ല എന്താണ് കുട്ടിയുടെ പേര്, അങ്ങനെയുള്ള ഡോക്ടറുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ആസിഫ് ഡോക്ടറുണ്ട്. അതുപോലെ തന്നെ ഒരു മിനിറ്റ് നമ്മുടെ അസ്സലാമു അലൈക്കും. ഞാൻ വേഗം പറഞ്ഞ മൈക്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തേ ചോദിച്ചെന്തേ? ആ ആ ആ ഇൻഷാ അല്ലാഹ് ഞാൻ ഇപ്പൊ തന്നെ തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. വലൈക്കും സലാം. നമ്മുടെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഹാജിയാണ് വിളിച്ചത്. നമ്മുടെ സൈനുൽ ആബിദീൻ എന്ന ഐഡിയുള്ള സുലൈമാൻ ഹാജി അദ്ദേഹം ഒരു ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു വിളിച്ചതാണ്. ഒരാള് എയർപോർട്ടിൽ നിന്ന് അങ്ങനെ അദ്ദേഹം സുഖമില്ലാതെയായി അങ്ങനെ പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫള് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും അതുപോലെ തന്നെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റ് അവന്റെ അടിയാറുകളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ സഹോദരന് പൂർണ്ണ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. എല്ലാ ഘട്ടം തരണം ചെയ്തുകൊണ്ട് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യുകയും അദ്ദേഹത്തിന് നാട്ടിലേക്ക് നല്ല രീതിയിൽ പോയി സന്തോഷിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വ അലിഹി വസല്ലം. അപ്പോ നമ്മുടെ അബ്ദുല്ലാ സാഹിബിന്റെ മാതാവിന് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ കബൂൽ ചെയ്യട്ടെ. ഉസ്താദെ വെഡിങ് ആനിവേഴ്സറി എന്താണ് ആനിവേഴ്സറിക്ക് വൈഫിന് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? വൈഫിന് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? അതിനൊക്കെ അപ്പുറം നമ്മൾ തനിച്ച പൊട്ടന്മാരാകരുത്. ഈ മുസ്ലിം ഉമ്മത്ത് പറഞ്ഞാലേ ഇത് ആരാന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഹൈറുമ്മയാണിത്, ഒരു ഹൈറുമ്മ. ഇത് ഈ കണ്ണി കണ്ട അലവലാദികളുടെ ഒക്കെ സംസ്കാരം അതിങ്ങനെ സ്വീകരിക്കാനുള്ളതാണ് നമ്മുടെ ഈ മുസ്ലിം ഉമ്മത്ത് പറഞ്ഞാല്. ഇത് കുന്തും ഖൈറ ഉമ്മത്തിൽ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ വിശേഷിപ്പിച്ച ഒരു സമുദായമല്ലത്.
ഈ ഉമ്മത്തിന് ഈ സമുദായത്തിന് എന്തെല്ലാം ഹൈറായ കാര്യങ്ങളാണ്, ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ഹൈറായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടത് അതെല്ലാം അള്ളാഹു റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടാണ് അള്ളാഹു റസൂൽ ഈ ലോകവുമായി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ വേറൊരു ഒരു കൂട്ടരിലെ വിഗ്രഹാരാധകര് പൊട്ടപ്പോയത്തങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടര്, എന്നിട്ട് അവരുടെ സംസ്കാരം നമ്മൾ പശുവിന്റെ മൂത്രം കുടിക്കുന്ന ആളുകളുടെ സംസ്കാരം ഈ മുസ്ലിം ഉമ്മത്ത് സ്വീകരിക്കുക പറഞ്ഞാല് സ്വന്തം കൈകൾ കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിനെ പൂജിക്കുക, അങ്ങനത്തെ ആളുകളുടെ സംസ്കാരം ഈ ഉമ്മത്ത് സ്വീകരിക്കാൻ അതുകൊണ്ട് താൻ പറ്റൂല. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ വെഡിങ് ആനിവേഴ്സറിയും അന്ന് വൈഫിന് ഒരു പ്രസന്റേഷൻ കൊടുക്കുക, എന്നിട്ട് കൊടുത്തില്ലേ ഓൾ തെറ്റുക, അങ്ങനല്ലേ മറ്റേ മതങ്ങളൊക്കെ ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ടല്ലേ. അതുപോലെ പിന്നെ ബർത്ത്ഡേ മറന്നു പോയാൽ അതിന്റെ പേരിൽ മാതാപിതാക്കൾ തെറ്റുക, എന്റെ ഒരു ബർത്ത്ഡേ എന്റെ ജന്മദിനം എന്തായാലും കുറച്ച് വേറെന്തോ ഷഷ്ടി പൂർത്തിയോ ഇതൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഓർമ്മ ഉണ്ടായില്ല, ഇങ്ങനെയൊക്കെ പറയാം. അതൊന്നും ഇതില്ലാവുന്നില്ല. ഇവിടെ ജന്മദിനം ഇല്ല, ഷഷ്ടി പൂർത്തിയും ഇല്ല, വെഡിങ് ആനിവേഴ്സറി ഇല്ല, അതിന് സമ്മാനം കൊടുക്കലില്ല, ഒന്നുമില്ല. ഇതിൽ എന്തൊക്കെയാണ് ഈ സമുദായം ചെയ്യേണ്ടത് അതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മറ്റ് മതസ്ഥരുടെ സംസ്കാരം സ്വീകരിച്ചുകൊണ്ട് ഈ ദീനിൽ നിന്ന് അകലുന്നതിന് തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദിന് സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ് സുഖാണ്. ഞാൻ ദാവൂദ് നങ്ങരത്ത്. എന്റെ മകൻ 4 വർഷം മദ്രസയിൽ 1ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ 5ാം ക്ലാസ്സിൽ ആണ്. പക്ഷേ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഉസ്താദുമാരൊക്കെ അവന്റെ പഠിപ്പ് മോശമാണെന്ന് പറഞ്ഞു. എന്താണെന്ന് അറിയില്ല. അവന് പഠിക്കാൻ താല്പര്യം ഇല്ല. നിർബന്ധിച്ച് പറഞ്ഞാൽ ഏതായാലും അള്ളാഹു സുബ്ഹാനഹു കുറെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു അവന് നല്ല തന്റെ അടവും വിശേഷ ബുദ്ധിയും നല്ല അഖലും ഫഹ്മും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അവനെ അള്ളാഹു സുബ്ഹാനഹു ഉന്നതനാക്കട്ടെ. അല്ല നമുക്ക് കണ്ടല്ലേ, ദുന്യാവിലും ആഖിറത്തിലും കുടുംബത്തിനും ഉപകരിക്കുന്നവനാകട്ടെ, മുസ്ലിം ഉമ്മത്തിന് ഉപകരിക്കുന്നവനാകട്ടെ അള്ളാഹു തആല. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീനിന് വലിയ ഉപകാരം ചെയ്യുന്ന ഒരാളാക്കട്ടെ അവനെ. അതിനുള്ള തന്റെ അടവും ഫഹ്മും അഖലും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസറിന്റെയും സുബ്ഹിന്റെയും ശേഷം സുന്നത്ത് നിസ്കരിക്കൽ തഹരീമിന്റെ കറാഹത്തല്ലേ? അങ്ങനെയാണെങ്കിൽ മുമ്പുള്ള സുന്നത്ത് ശേഷം നിസ്കാരം എന്ന് പറയുന്നത് കേട്ടു ശരിയാണോ? അസറിന്റെയും സുബ്ഹിന്റെയും ശേഷം എല്ലാ നിസ്കാരം കറാഹത്തൊന്നല്ല, എല്ലാ നിസ്കാരം കറാഹത്താണ് എന്നല്ല. പിന്നെ കാരണം പിന്തിയ നിസ്കാരങ്ങളാണ് കറാഹത്ത്. ഒരു നിസ്കാരം നിസ്കരിക്കാൻ ഓരോ നിസ്കാരത്തിന് കാരണം ഉണ്ടാവുമല്ലോ അല്ലെ? ആ നിസ്കാരത്തിന്റെ കാരണം പിന്തിയതാണ്. ആ കാരണം വരാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനത്തെ നിസ്കാരമാണ് കറാഹത്തുള്ളൂ. അതിന് ഉദാഹരണമാണ് ഏത്? യാത്രയുടെ സുന്നത്തസ്കാരം. യാത്രയുടെ സുന്നത്തസ്കാരത്തിന്റെ കാരണം വരാൻ പോകുന്നേ ഉള്ളൂ. ആ നിസ്കാരത്തിന്റെ സമയത്ത് അതിന്റെ കാരണം ഉണ്ടായിട്ടില്ല. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അതിന്റെ കാരണം ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? കാരണം എന്താണ്? യാത്ര പുറപ്പെടുക എന്നുള്ളതാ. യാത്ര പുറപ്പെടുന്നത് ആ നിസ്കാരം കഴിഞ്ഞ ശേഷമല്ലേ യാത്ര പുറപ്പെടുക. അപ്പൊ അതിന്റെ കാരണം പിന്തിയതാണ്. കാരണം പിന്തിയാണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോ അതിന്റെ കാരണം ഉണ്ടായിട്ടില്ല. ഈ നിസ്കാരം കഴിഞ്ഞ ശേഷം അതിന്റെ കാരണം ഉണ്ടാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇഹ്റാമിന്റെ സുന്നത്തസ്കാരം അല്ലെ? ഇഹ്റാമിന്റെ സുന്നത്തസ്കാരം എപ്പോഴാണ്? ഇഹ്റാമിന് മുമ്പാണത്. ആ സുന്നത്തസ്കാരം കഴിഞ്ഞ ശേഷമാണ് ഇഹ്റാം ചെയ്യുക. അപ്പൊ ഇഹ്റാമിന്റെ സുന്നത്തസ്കാരത്തിന് കാരണം വരാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ കാരണം വരാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനത്തെ നിസ്കാരങ്ങളാണ് സുബഹിന്റെയും പിന്നെ അസറിന്റെ ശേഷം നിസ്കരിക്കൽ തഹരീമിന്റെ കറാഹത്താണ് എന്ന് പറയുന്നത്. അത് ഹറാമിന്റെ കുറ്റമുള്ള കറാഹത്താണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. നേരെ മറിച്ച് അതിന്റെ കാരണം ആദ്യം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഫർദ് നിസ്കാരം ഖളായി പോയിട്ടുണ്ട്, ഒന്ന് ളുഹ്ർ നിസ്കരിച്ചിട്ടില്ല. ഇപ്പൊ അസർ നിസ്കാരം കഴിഞ്ഞ് ഇനിയിപ്പോ ളുഹ്ർ ഖളാ കൂട്ടാൻ പറ്റും? എന്തുകൊണ്ട് പറ്റും? ആ ളുഹറിന്റെ കാരണം മുമ്പ് കഴിഞ്ഞു പോയതാണ്. എന്താ ളുഹറിന്റെ കാരണം? ളുഹറിന്റെ വഖത്ത് കടക്കുക എന്നുള്ളതാണ്.
അല്ലേ? ളുഹറിന്റെ വഖ്ത് കടക്കുവാനുള്ള കാരണം കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. അപ്പൊ നിസ്കാരങ്ങൾ ഖളാ നിസ്കാരങ്ങളൊക്കെ ആ സമയത്ത് ഖളാ കിട്ടാം. കാരണം അതിന്റെയൊക്കെ കാരണങ്ങൾ ആദ്യം കഴിഞ്ഞു പോയതാണ്. അതുപോലെ അസറിന് മുമ്പ് ഒരാൾ സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല നിൽക്കുക, അസറിന് ശേഷം നിസ്കരിക്കാൻ എന്താ കാരണം? അസറിന്റെ മുമ്പത്തെ സുന്നത്ത് നിസ്കാരത്തിന്റെ കാരണം എന്താണ്? അസറിന്റെ വഖ്ത് കടക്കുക എന്നുള്ളതാണ് അതിന്റെ കാരണം. അത് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പറ്റും. അതുപോലെ തന്നെ ഒരു പള്ളിയിൽ അയാൾ പ്രവേശിച്ച് നിൽക്കുകയാണ്. പള്ളി പ്രവേശിച്ച തഹയ്യത്ത് നിസ്കരിക്കാം. എന്തുകൊണ്ട്? അത് നിസ്കരിക്കാൻ നിൽക്കുന്നതിന്റെ മുമ്പായിട്ട് അതിന്റെ കാരണം ഉണ്ടായിട്ടുണ്ട്. എന്താ കാരണം? പള്ളിയിൽ പ്രവേശിക്കുവാനാണ് കാരണം. അത് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള നിസ്കാരങ്ങളൊന്നും ഈ സമയങ്ങളിൽ കറാഹത്തല്ല. പിന്നെ കാരണം വരാൻ പോകുന്നേ ഉള്ളൂ. കാരണം അങ്ങനത്തെ നിസ്കാരങ്ങൾ മാത്രമേ കറാഹത്തുള്ളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഒരു വഖ്തിനെ സമയം കഴിഞ്ഞതിന് ശേഷം സംശയം വന്നു, ആ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യും? ഇതൊരു മസലയാണ് അല്ലേ? നിസ്കാരം ഇപ്പൊ ളുഹർ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്, ളുഹറിന്റെ സമയം കഴിഞ്ഞ് അസറയിക്കണം. അപ്പൊ നമുക്ക് സംശയം എന്താ സംശയം? ഞാൻ ഇപ്പൊ ളുഹർ നിസ്കരിച്ചിക്കണോന്ന്. രണ്ടാമത്തെ മസല അവിടെ ളുഹർ നിസ്കരിക്കണം എന്ന മസല. നിസ്കരിച്ചിക്കണോ നിസ്കരിച്ചിട്ടില്ലേ എന്ന സംശയം കുടുങ്ങിയാൽ അവിടെ അസലെന്താ? നിസ്കരിച്ചിട്ടില്ലേ ഇല്ല എന്നുള്ളതാണ് അല്ലേ? നിസ്കരിച്ചു നിസ്കരിച്ചില്ല ഏതാ അസല്? നിസ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ് അസല്. അപ്പൊ അതിനെന്ത് വേണം? അപ്പൊ ഞാൻ നിസ്കരിച്ചിക്കണോ ഇല്ലേ എന്ന് സംശയിച്ചാൽ നിസ്കരിക്കണം. പിന്നെ അതേ സമയത്ത് ഒരാൾ നിസ്കാരം കഴിഞ്ഞ ശേഷം സംശയം എന്ത്? എന്റെ നിസ്കാരത്ത് സഹിഹായിക്കണോ ഇല്ലെന്ന്. എന്നാണ് സഹി ആയിട്ടുണ്ട് എന്നാ സഹി ആയിട്ടുണ്ട്. ഒരാൾ നിസ്കാരം കഴിഞ്ഞ ശേഷം സംശയം, ഞാനിപ്പോ നിസ്കരിച്ചു പക്ഷെ അത് ശരിയായിക്കണോ എന്ന സംശയം. ആ സംശയത്തിന് യാതൊരു സ്ഥാനമില്ല. ആ നിസ്കാരം സഹി ആയിരിക്കുന്നു അവിടെ. അതേസമയത്ത് നിസ്കരിച്ചിക്കണോ ഇല്ല എന്ന് സംശയം വന്നാൽ നിസ്കരിച്ചിട്ടില്ല, അവൻ വീണ്ടും നിസ്കരിക്കണം അവിടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ ഭാര്യയുടെ അനിയത്തി യതീമാണ്. 2 പെൺകുട്ടികളും ഉമ്മയും മാത്രമാണ്. നാളെ അവൾക്ക് മെഡിക്കൽ എൻട്രൻസ് എക്സാം ആണ്. പാവം കിണഞ്ഞു ശ്രമിക്കുന്നു. ഉസ്താദ് വിജ്ഞാനത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവളെ, എന്റെ ഭാര്യയുടെ അനിയത്തിനല്ല, ആ കുട്ടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് വിജയം പ്രദാനം ചെയ്യട്ടെ. അവൾക്ക് നല്ല വിദ്യാഭ്യാസവും അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖും, ആ വിദ്യാഭ്യാസം കൊണ്ട് അള്ളാഹുവിനെ മറക്കാതെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. അവൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കട്ടെ. അവളെ അവളുടെ കുടുംബത്തിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കട്ടെ. അള്ളാഹു എപ്പോഴും അവർക്ക് തുണയാവട്ടെ. ജീവിതത്തിൽ വിശാലതയും ഖൈറും ബർക്കത്തൊക്കെ അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അല്ലാഹു തആല വലിയ ഹക്കീമാണ്. അല്ലാഹു തആല വലിയ ഹക്കീമാണ്. എന്റെ കുടുംബത്തിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. എന്റെ കുടുംബത്തിലുണ്ട് ഒരു കുടുംബം. അവരുടെ 3 പെൺകുട്ടികൾക്ക് കണ്ണു കാണൂല. 3 പെൺകുട്ടികൾക്ക് 4 പെൺകുട്ടികളാണുള്ളത്. 3 പെൺകുട്ടികൾക്ക് കണ്ണു കാണില്ല. ഒരു പെൺകുട്ടിക്ക് മാത്രമേ കണ്ണു കാണുള്ളൂ. ആദ്യമൊക്കെ വല്ലാത്തൊരു വിഷമായിരുന്നു അല്ലേ? ആദ്യമൊക്കെ വല്ലാത്തൊരു വിഷമമാണ് തോന്നി. പടച്ചോനെ പെറുന്നതൊക്കെ കണ്ണു കാണാത്ത കുട്ടികൾ പറഞ്ഞാല് പിന്നെ അമ്മാന്റെ വാപ്പാന്റെ ഹാല് പറയാണ്ടല്ലേ പെറുന്ന കുട്ടികളൊക്കെ കണ്ണു കാണാത്തവര്. അതിന് പറഞ്ഞ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലും എപ്പോഴും അസുഖങ്ങളും മറ്റും അതും അതിന് പറഞ്ഞ കുട്ടികളെ കണ്ണു കാണാത്തത്. പക്ഷെ അല്ലാഹു തആലയുടെ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഹിക്മത്ത് തന്നെ കേട്ടോ. ആ കണ്ണ് കാണുന്ന കുട്ടി 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ എന്തൊക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ കെട്ടിച്ച് ഓളമുള്ള കുട്ടികളായിട്ട് അങ്ങനെ കഴിയുന്നു. ഈ കുട്ടിയുള്ള കണ്ണ് കാണുമല്ലോ. അപ്പൊ എന്ത് ചെയ്ത് കണ്ണ് കാണാത്ത മറ്റേ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനം കോഴിക്കോട് അവിടെ കൊണ്ട് ചേർത്ത്. ഇപ്പൊ അൽഹംദുലില്ലാഹ് കുട്ടികളൊക്കെ വലിയ വിദ്യാസമ്പന്നരായി. ഒക്കെ MA PhD അല്ല MA B.Ed ഒക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒരു കുട്ടിക്ക് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജോലി കിട്ടി. വേറെ കുട്ടിക്ക് ഇപ്പൊ അടുത്ത് വേറെ ഒരു കുട്ടിക്കും ജോലി കിട്ടി. അതിനിടയിൽ ഇപ്പൊ ഒരു കാണാത്ത കുട്ടിനെ ഒരു ചങ്ങായി ഒന്ന് കിട്ടും ചെയ്ത് അൽഹംദുലില്ലാഹ്. അപ്പൊ ഭർത്താവിന്റെ പണിയുന്നില്ല അതെ.
ആ കണ്ണ് കാണാത്തവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ വിദ്യാഭ്യാസം നൽകി. ഉന്നതമായ വിദ്യാഭ്യാസം അവർക്ക് അള്ളാഹു നൽകി. അവർക്ക് 25,000-30,000 ശമ്പളം വാങ്ങുന്ന ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിച്ചു അവരെ. ഇത് ഒരാൾക്ക് ഒന്ന് കിട്ടും ചെയ്തില്ല. അൽഹംദുലില്ലാ. ഇനിയിപ്പോ 2 കുട്ടികളെയും കൂടി കെട്ടിക്കാനുണ്ട്. ആരെയും തയ്യാറുണ്ടെങ്കിൽ പറഞ്ഞാൽ തിരക്കണമില്ല. അൽഹംദുലില്ലാ. അപ്പൊ ആ കുട്ടികൾക്ക് അള്ളാഹുത്താല നൽകിയ ഒരു കുട്ടിക്ക് പണി നിങ്ങൾ അത് നോക്കണം. ഒരു കുട്ടിക്ക് പണി ഇതൊക്കെ കഴിഞ്ഞ ശേഷം പെരിന്തൽമണ്ണ മറ്റതുണ്ടല്ലോ, എന്താണ് ആ MES കോളേജ്, MES മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, അതിലായിരുന്നു ജോലി. അതിൽ ടെലിഫോൺ അറ്റൻഡ് ഇതായിരുന്നു. പിന്നെ ഇതുണ്ടല്ലോ, മറ്റേ തഹവീലാക്കി കൊടുക്കണം. എന്തെങ്കിലും പത്തിന് ആസ്പത്രിക്ക് ടെലിഫോൺ ലൈൻ വരുന്നുണ്ട്, അത് അങ്ങോട്ടും ലൈനും അങ്ങോട്ടും കൊടുക്കുക അല്ലേ. അപ്പൊ അതൊക്കെ അറിയണില്ല. അപ്പൊ ടെലിഫോൺ വരും, എന്നിട്ട് ഇന്ന ആളെ വാങ്ങാറുമ്പോ ആൾക്ക് മാറണല്ലോ അല്ലെ, അതിനൊക്കെ സാധിക്കണമല്ലോ. അതുപോലെ തന്നെ ഈ എല്ലാവരുടെയും അവരുടെ മൊബൈലിൽ പിന്നെ നമ്പർ ഇങ്ങനത്തെ പല ആൾക്കാരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ ഒക്കെ പിന്നെ നമ്പറുകളുണ്ട്, ടെലിഫോൺ നമ്പറേ. എന്നിട്ട് എനിക്ക് വിളിക്കാൻ വിചാരിക്കാൻ നിൽക്കുക അവര്, എന്നാല് അതിനെന്താ എന്തെങ്ങനെ അറിയില്ല. അപ്പൊ ആ നമ്പർ അവർക്ക് നോക്കിയാൽ കാണുന്നില്ലല്ലോ. പക്ഷെ എന്തൊരു എങ്ങനെയാണ് ആ നമ്പർ ഇതൊന്നും എടുക്കും, മൊബൈലിന് എടുക്കുന്നുണ്ട്, ശരിക്കും വിളിക്കാൻ സാധിക്കും പെട്ടെന്ന്. അപ്പൊ അതിനൊക്കെയുള്ള ഹിക്മത്തുകൾ അല്ലാഹു തആല അവർക്ക് പഠിപ്പിച്ചു കൊടുത്തില്ല. അപ്പൊ ഏതായാലും യതീം കുട്ടികളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അല്ലെ ഇപ്പൊ നമ്മള് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട കുട്ടികൾ ഒരു യതീം കുട്ടികളാണ്. അവൾ കണഞ്ഞ് ശ്രമിക്കുന്നു. അവളുടെ കണഞ്ഞ ശ്രമം ഉണ്ടല്ലോ, അത് അള്ളാഹു പരാജയപ്പെടുത്താതിരിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു വലിയ ഗുണം അവർക്ക് നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ്. ഹനഫി മദ്ഹബ് പ്രകാരം വുളു എടുക്കുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ആ സഹോദരൻ ഉണ്ടാവോ? അദ്ദേഹം എനിക്ക് പല പ്രാവശ്യം ഇത് ചോദിച്ചത്. ഇതിനൊക്കെ പാടേ മറുപടി PM ചെയ്തുകൊണ്ട് പറയുന്ന ബുദ്ധിമുട്ടാണോ? അദ്ദേഹം എന്തെങ്കിലും ഒന്ന് അറിയിക്കണേ. ഹനഫി മദ്ഹബ് പ്രകാരം വുളു എടുക്കുമ്പോഴേ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഹനഫി മദ്ഹബ് പ്രകാരം വുളു സഹിയാവണം. അപ്പൊ നമ്മളെപ്പോഴും പറയാറുള്ള ഒരു വിഷയം, ഈ ശാഫിഈ മദ്ഹബിലെ എല്ലാ സുന്നത്തും എടുത്തുകൊണ്ട് ഒരാളാണ് വുളു ചെയ്യുകയാണെങ്കിൽ എല്ലാ മദ്ഹബ് അനുസരിച്ച് അവന്റെ വുളു സഹിയായിട്ടുണ്ട്. എന്തൊക്കെ ശാഫിഈ മദ്ഹബിലെ സുന്നത്ത്? വുളു നടക്കുമ്പോൾ നമ്മൾ സാധാരണ അങ്ങനത്തെ ചെയ്യാറില്ലേ? നമ്മൾ സാധാരണ വുളു എടുക്കുമ്പോൾ വെറും ഫർള് മാത്രം എടുത്തിട്ടില്ല വുളു ചെയ്യാറ്. നമ്മൾ ഒരു വിധം സുന്നത്തൊക്കെ എടുക്കാം, ഒറ്റ സുന്നത്ത് മാത്രമേ നമ്മൾ എടുക്കാത്തുള്ളൂ അല്ലേ. നമ്മള് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, ഒരു സുന്നത്ത് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. തല മുഴുവൻ തടവുക എന്ന സുന്നത്ത് നമ്മൾ എടുക്കാറില്ല. മുംബൈയിലെ സുന്നത്താണ് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. വായിലോടം കൊപ്പിക്കുന്നുണ്ട്, മുക്കിലോടം കയറ്റിച്ചിട്ടുണ്ട്, അതൊക്കെ സുന്നത്താണ്. പിന്നെ അവയവങ്ങൾ 3 പ്രാവശ്യം കഴുകുക, അതൊക്കെ സുന്നത്തല്ലേ. ഒരു പ്രാവശ്യം കഴുകല്ലേ നിർബന്ധമുള്ളൂ. അത് ചെയ്യാൻ 3 പ്രാവശ്യം കഴുകുന്നുണ്ട്. ചെവി തടയുന്നുണ്ട്, തല കുറച്ച് മുടി കേട്ടിരിച്ചിട്ടാണാവോ അല്ലേ. അത് മാത്രം എടുക്കണില്ല, എന്താണാവോ. അപ്പൊ അതും കൂടെ എടുക്കുക. അപ്പൊ വുളു ചെയ്യുന്നതിന്റെ ആദ്യത്തിലെ ബിസ്മിയൊക്കെ ചൊല്ലി ബിസ്മില്ലാഹി റഹ്മാൻ എന്താണ് പറഞ്ഞാൽ ബിസ്മി നിർബന്ധമാണ് എന്ന് പറയുന്ന മദ്ഹബുണ്ട്. നമുക്ക് ബിസ്മിയിലെ സുന്നത്താണല്ലോ, അതല്ല ബിസ്മി നിർബന്ധമാണ് എന്ന് പറയുന്ന മദ്ഹബുണ്ട്. അപ്പൊ വുളുവിന്റെ ആദ്യത്തിൽ ബിസ്മിയൊക്കെ ചെല്ലുക, അവയവങ്ങളുടെ മേൽ വെറും വെള്ളം ഒലിപ്പിക്കൽ മാത്രമല്ലാതെ അത് തേച്ചടിച്ച് കഴുകുക. എന്നുവെച്ചാല് കഴുകപ്പെടുന്ന അവയവത്തിന് മേൽ നമ്മുടെ കയ്യും നടത്തുകയും ചെയ്യുക. അത് നിർബന്ധമായ മദ്ഹബുണ്ട്. അതുപോലെ തല മുഴുവൻ തടവുക. അങ്ങനെ നമ്മുടെ എല്ലാ മദ്ഹബും നമ്മുടെ മദ്ഹബിലെ എല്ലാ സുന്നത്തും എടുത്തുകൊണ്ട് ഒരാൾ വുളു ചെയ്താൽ അയാളുടെ വുളു എല്ലാ മദ്ഹബ് അനുസരിച്ചും സഹിയായിരിക്കുന്നു. ഇനിയിപ്പോ അയാൾക്ക് എന്ത് ചെയ്യാം? നിസ്കരിക്കുന്ന സമയത്ത് ഏത് മദ്ഹബ് അനുസരിച്ച് നിസ്കരിക്കും ചെയ്യാം. ഏത് മദ്ഹബും തഖ്ലീദ് ചെയ്യാൻ ഇനിയിപ്പോ ആൾക്ക് ഞാൻ അടുത്ത വഖ്ത് നിസ്കാരം മാലിക്കി മദ്ഹബ് പ്രകാരമാക്കാന്ന് വിചാരിക്കുക. എന്നാൽ മാലിക്കി മദ്ഹബ് പ്രകാരം നിസ്കരിക്കാം. ഹനഫി പ്രകാരമാക്കണം, അത് പറ്റും. ഹംബലി പ്രകാരമാക്കണം, അത് പറ്റും. കാരണം എന്താണ്? ഈ മദ്ഹബ് അനുസരിച്ചൊക്കെ അവന്റെ വുളു സഹിയായിട്ടുണ്ട്. അത് പ്രകാരം വുളു മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വുളു മുറിയുന്ന കാര്യം തന്നെ ശാഫിഈ മദ്ഹബിലൊക്കെ തന്നെയാണ് ഇപ്പൊ ഹനഫി മദ്ഹബിലും. അതിന് പുറമെ പിന്നെ രക്തം പൊട്ടിയാലൊക്കെ അല്ലെ, രക്തം പൊട്ടിയാലൊക്കെ വുളു മുറിയും എന്നാണ് എന്റെ അറിവ്. ഹനഫി മദ്ഹബ് ഇല്ലാത്തതുകൊണ്ട് ഏതോ ഇതിലുണ്ട്, രക്തം പൊട്ടിയാൽ നമ്മുടെ മദ്ഹബ് രക്തം പൊട്ടിയാൽ വുളു മുറിയുന്നില്ല. മുന്തുവാത്തിൽ കൂടിയാൽ പിന്തുവാത്തിൽ കൂടിയാൽ ഒരു സാധനം പുറപ്പെട്ടെങ്കിൽ നമ്മളെ വുളു മുറിയുള്ളൂ. ഇതല്ല, ഒരു മുറിയൊക്കെ ആയി എന്നെ ചോര വെച്ച് നിൽക്കുക, എന്നാൽ തന്നെ വുളു മുറിയും എന്ന് പറയുന്ന മദ്ഹബുണ്ട്. അത്
പിന്നെ അനഹിമൂല ബാണാണോ ആവോ? അതെ, അനഹിമൂല അങ്ങനെ തോന്നുന്നു. അപ്പൊ ഏതായാലും പിന്നെ അവിടെയും തന്നെ അവിടെയും നമ്മുടെ മദ്ഹബിൽ മദ്ഹബ് അനുസരിച്ച് ഒരു കാര്യമുണ്ടായി, ആ കാര്യം ചെയ്താൽ വുളു മുറിയില്ല എങ്കിലും വുളുവെടുക്കാൻ സുന്നത്തിൽ നിൽക്കുക, അതൊക്കെ പാലിച്ചാൽ മതി. എന്നാലും ആ വിഷയത്തിൽ തന്നെ എല്ലാ മദ്ഹബിനെയും പരിഗണിക്കൽ വരും. ഉദാഹരണം ഒട്ടകത്തിന്റെ മാംസം കഴിച്ചാലില്ലേ നമ്മുടെ മദ്ഹബിന് വുളു മുറിയോ? ഇല്ല. അല്ലെങ്കിൽ വേവിച്ച സാധനങ്ങൾ കഴിച്ചു നിൽക്കുക, എന്നാ വുളു മുറിയോ? ഇല്ല. എന്നാ അങ്ങനെ മുറിന്ന് പറഞ്ഞ കൂട്ടുണ്ട്. പക്ഷെ നമുക്ക് സുന്നത്തുണ്ട്. ഒട്ടകത്തിന്റെ മാംസം പിന്നെ വേവിച്ച മാംസം കഴിച്ചാൽ ഒതും എടുക്കുക നമുക്ക് സുന്നത്തുണ്ട്. അപ്പോ എന്തൊരു വിഷയം ചെയ്താലാണ് ഒതു മുറിയൂലെങ്കിലും ഒതു എടുക്കുക സുന്നത്ത് എന്ന് നമ്മുടെ മദ്ഹബ് പറഞ്ഞത്, അതൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുക. അപ്പൊ എന്തെന്ന് വെച്ചാൽ അപ്പൊ എല്ലാ മദ്ഹബ് അനുസരിച്ചും അവന്റെ ഒതു സഹിയാവുകയും ചെയ്തു, ഒരു മദ്ഹബ് അനുസരിച്ചും അവന്റെ ഒതു മുറിഞ്ഞിട്ടുമില്ല. അങ്ങനെയല്ലോ അല്ലെ? അപ്പൊ അതാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഗ്യാസിന്റെ പ്രശ്നം ഉള്ളവർ, ഒരു മിനിറ്റ്, ഞാൻ ഒരാൾക്കൊന്ന് വിളിക്കട്ടെ. അതിന്റെ ഇടയിൽ കൂടെ നിർബന്ധമായ ഒരു വിളിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോ അതിന്റെ ഇടയിൽ കൂടെ പോകും, എടുക്കണ്ടല്ലേ? ഒറ്റ മിനിറ്റ്. ഹലോ, വലൈക്കും സ്സലാം. എന്താ ഞാൻ മൈക്കിൽ സംസാരിച്ചുകൊണ്ട് എന്തെല്ലാം പറയും? എവിടെ ഉള്ളത്? പള്ളി തന്നെ? അല്ല, അത് ഞാൻ വിളിക്കണ്ട് സാർ. ഓക്കെ. അപ്പോ എന്താണത്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഗ്യാസിന്റെ പ്രശ്നം ഉള്ളവർ ഇഹ്റാം ചെയ്ത് തവാഫ് ചെയ്യുമ്പോൾ വുളു ചെയ്യുമ്പോൾ ഹനഫി മദ്ഹബ് പ്രകാരം ചെയ്താൽ വുളു മുറിയുമോ? പടച്ചോനെ, ഗ്യാസിന്റെ പ്രശ്നമുള്ളവർക്ക് ഹനഫി മദ്ഹബിലേക്ക് പോകുന്നു വേണ്ട. ഹനഫി മദ്ഹബ് പ്രകാരം പിന്നെ ഗ്യാസ് ഒക്കെ പോയാൽ വുളുക്കെ മുറിയും. ബിന്ദുവാറ്റിൽ കൂടെ പോയാലേ ഗ്യാസ് പോയാലും വുളു മുറിയും. ഹനഫി മദ്ഹബ് പ്രകാരം അങ്ങനെ തന്നെ. അതിനിപ്പോ ഗ്യാസിന്റെ പ്രശ്നമില്ലാത്തുണ്ടെങ്കിലേ ഹനഫി മദ്ഹബിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് തന്നെ ഒരാൾക്ക് ഗ്യാസിന്റെ സിൽസിലത്തുൽ ബൗലുണ്ടല്ലോ, സെലിസുൽ ബൗലിലെ സിൽസിലത്തല്ല കേട്ടോ, സെലിസുൽ ബൗല്, അതുപോലെ സെലിസുൽ റീഹും ഉണ്ട്. അങ്ങനെ സെലിസുൽ ബൗല് പോലെ തന്നെ മൂത്രവാർച്ചക്കാരുണ്ടല്ലോ, അതുപോലെ തന്നെ സെലിസുൽ റീഹ് ഉണ്ട്. കാറ്റ് വാർച്ചക്കാരൻ എന്ന് പറയാൻ കുറിച്ച് അല്ലേ? എന്താ ഈ മൂത്രവാർച്ചക്കാരന്റെ സ്ഥിതി എന്താണ്? മൂത്രവാർച്ചക്കാരനെ ഒരിക്കൽ ഒളിവ് ചെയ്താൽ ആ പിന്നെ പെട്ടെന്ന് നിസ്കരിക്കുകയാണെങ്കിലും അതിന്റെ ഇടയിൽ വീണ്ടും മൂത്രം ഉറ്റും. അങ്ങനത്തെ അസുഖമുള്ളതാണ്. എത്ര ശ്രമിച്ചാലും ശരി, പെട്ടെന്ന് ഒളിവ് ചെയ്ത് പെട്ടെന്ന് നിസ്കരിക്കാൻ നിൽക്കുക, എന്നാലും അതിന്റെ ഇടയിലായിട്ട് അവന് മൂത്രം ഉറ്റും. അതുപോലെ ഗ്യാസ് പോകാൻ ആളാ നിൽക്കുക, അയാൾക്ക് പിടിച്ചു വെക്കാൻ സാധിക്കൂല. അയാൾ ഒലുണ്ടാക്കി എത്രയും പെട്ടെന്ന് നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ ഇടയിൽ കൂടെ പിന്നെ ഗ്യാസ് പോകും. അയാൾക്കാണെങ്കിൽ പിടിച്ചു വെക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ഗ്യാസ് പോവൽ കൊണ്ട് ബുദ്ധിമുട്ടുള്ള ആളാണ് എങ്കിൽ അയാൾക്ക് എന്താ പറയണ്ട, സെലിസുൽ റീഹ്, കാറ്റ് വാർച്ചക്കാരൻ എന്ന് പറയും, അതിനെ കുറിച്ച് പറയും. അവന് മൂത്രവാർച്ചക്കാരന്റെ അതേ ഹുക്കം തന്നെയാണ് അവനുള്ളത്. അവിടെ എന്താ ചെയ്താൽ മതി? അവരിന് വേറെ മദ്ഹബ് തഖ്ലീദ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് തന്നെ അവിടെ എന്ത് ചെയ്താൽ മതി? അവിടെ ഒളു ചെയ്യുമ്പോൾ വഖത്ത് എത്തിയതിനു ശേഷമേ ഒളു ചെയ്യാൻ പറ്റൂല. അതിന്റെ മുന്നേ പിന്നെ ഒളു ചെയ്യാൻ പറ്റൂല. ഇപ്പൊ ളുഹർ നിസ്കരിക്കാൻ ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് ഒളു ചെയ്യാൻ പറ്റൂല. പിന്നെ ളുഹർ ബാങ്ക് കൊടുത്തതിന് ശേഷം ളുഹറിന്റെ വഖത്ത് ആയതിനു ശേഷം ഒളു ചെയ്യുക. പിന്നെ കൂടുതൽ പോവാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കും വേണം. അപ്പൊ എന്തെങ്കിലും പഞ്ഞൊക്കെ വെച്ചിട്ടില്ലേ, അങ്ങനെ പോവാതെ അങ്ങനത്തെ ചെയ്യാൻ പറ്റുകയാണെങ്കിലേ കാറ്റ് പോവാതിരിക്കാന് ഉള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുന്നിടത്തോടെ സ്വീകരിക്കണം. എന്നാലും വീണ്ടും കാറ്റ് പോകാനതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കൂടുതൽ കാറ്റ് പോവാതിരിക്കാൻ വല്ല മാർഗങ്ങളും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് സ്വീകരിക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒളു ചെയ്തുകൊണ്ട് എന്റെ ഒളുണ്ടാക്കി പിന്നെ അവിടെ ഇവിടെ നടക്കാൻ പാടില്ല. ഒളുണ്ടാക്കിയിട്ട് പെട്ടെന്ന് നിസ്കരിക്കും ചെയ്യാം. ഇപ്പൊ ആ നിസ്കാരത്തിന്റെ ഇടയിൽ ഇപ്പൊ അവന്റെ കാറ്റിങ്ങനെ പോകുന്നില്ലേ, ആയിക്കോട്ടെ,
അതുകൊണ്ട് വിരോധമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് അനുവദിച്ചിരിക്കുന്നു, അവന്റെ നമസ്കാരം സഹീഹാണ്. അള്ളാഹു തആല ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണം അവനോട്, അങ്ങനെയൊക്കെ ചെയ്താൽ മതി, ആ നമസ്കാരം സഹീഹാണ്. പിന്നെ അപ്പൊ അതാണ് അങ്ങനെ അവിടെ മദ്ഹബിന്റെ മാറേണ്ട വിഷയമല്ല അവിടെ ഉള്ളത്. അതുപോലെ തന്നെ തവാഫിന്റെ ഇതാണല്ലേ, തവാഫ് ചെയ്യാൻ ഒതു ആണല്ലോ അല്ലെ. അയാൾക്കാണെങ്കിൽ ഒതു നിൽക്കാത്ത ആളല്ലേ, അങ്ങനെ സംസാരം ഒതു നിൽക്കൂല. അപ്പൊ അയാൾ എന്താ, തവാഫിന്റെ അല്പം മുമ്പ് മാത്രം ഒതു ചെയ്യുക. ആദ്യമേ ഒതു ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ നടന്ന് തവാഫ് ചെയ്യലല്ല, തവാഫിന്റെ തൊട്ട് മുമ്പ് ഒതു ചെയ്യുക, എത്രയും വേഗം തവാഫ് ചെയ്ത് പൂർത്തിയാക്കുകയും ചെയ്യുക. അപ്പൊ അയാൾക്ക് കേട്ടാവുമേ, അതുകൊണ്ട് വിരോധമില്ല, അയാളെ തവാഫ് സഹീഹായിരിക്കുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് അനുവദിച്ചൊരു വിഷയമാണ്. പിന്നെ എന്താണ് സമസ്ത, എന്താണ് 30 തെണ്ടി ചെയ്യാൻ പോകണ്ടേന്ന്? എന്താണ് സഹോദരന്മാരെ, ഒരു മനുഷ്യന്മാര് ഒരു എഴുതാനും പഠിക്കണ്ടല്ലേ? സമസ്ത എന്താണ് 30 തണ്ടി ചെയ്യാൻ പോകണ്ടേന്നോ? ഈ അതാണ് പറഞ്ഞത്, ഈ അല്ലാഹു തആലാന്റെ ദീനല്ലോ, നിങ്ങൾ ചിന്തിച്ചുകൊണ്ട്, അല്ലാഹു തആലാന്റെ ദീന്, ഈ ദീന് അല്ലാത്ത ദീൻ സ്വീകരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. അതുപോലെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ആ പിന്നെ വഴിയല്ലാത്ത ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു കുറവുണ്ടാവും. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജനത്തിനും അതല്ലാത്ത വഴി സ്വീകരിക്കുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു കുറവുണ്ടാവും. നോക്കൊണ്ടു, പരിശോധിച്ച് നോക്കൊണ്ടു, അതുകൊണ്ടാണ് പതൊക്കെ. പിന്നെ ഉസ്താദെ, കാലിന് വല്ലാത്ത വേദന, ക്ലാസ് റൂമിൽ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. കാലിന്റെ വേദനയൊക്കെ കുറച്ച് മാറ്റി തരട്ടെ. അല്ലാഹു തആല പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ, സിഹത്തും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. സലാം വീട്ടുമ്പോ അതിന്റെ മുമ്പ് വേണ്ടല്ലേ, അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദ്, ദിക്റുകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ എണ്ണം തിട്ടപ്പെടുത്തണം എന്നുണ്ടോ? എണ്ണം വാരികായി ചെല്ലാൻ എണ്ണം തിട്ടപ്പെടുത്തണം. ഉദാഹരണം പറഞ്ഞ നിസ്കാരത്തിന് ശേഷം 33 അല്ലെ, 33 സുബ്ഹാനല്ലാഹ് സുന്നത്ത്. അപ്പൊ അതിന്റെ കൂടി ഇടണമെങ്കിൽ 32 ചെല്ലിയാൽ പറയാം, 33 ചെയ്യണം, നല്ല പേര് കൂടിയിട്ടുള്ളൂ. ചില ആളുകൾ പറയാം 34 പാടിയാണ് പൊട്ടപ്പോത്തം പറയാറുണ്ട് അല്ലേ. അത് എന്താണ് 33 ആവണം, 34 ബിദ്അത്തായി. എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു? സലഫുസ്സാലിഹ്യങ്ങളായ ഇമാമിങ്ങൾ പറയേണ്ട കൂട്ടരെ അല്ലേ. ഇമാമികൾ ഈ കാര്യം ഹദീസുകളെ കുറിച്ചൊക്കെ വളരെ പഠനം നടത്തിയില്ലേ, മറ്റേ ഹദീസുകളും മറ്റൊക്കെ ശരിക്കും അതിലൊക്കെ അവഗാഹം നേടി അതിൽ നിന്നുള്ളൊരു മസല അവരും പറയും. അവരാരും പറയാത്ത ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നേ. ഇങ്ങനെ പറയാതെ നമ്മൾ റൂമിൽ വന്നിട്ടില്ലേ, എന്താണ് മുമ്പ് അതൊന്നും ഒന്നും കൂടി പിടികൂടേണ്ട വിഷയം ഉണ്ടായിരുന്നു, പിന്നെ ചെയ്യാതെ ഇരുന്നതാ. എന്താണ് അതിനെന്താ എന്ത് പറഞ്ഞത്, എന്താണ് കമർ സുഹറാന്നല്ലേ, അവിടെ മുമ്പ് പിടികൂടേണ്ട ഉണ്ടായിരുന്നു. ഇങ്ങനെ വേണ്ട വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താണ് അല്ലേ. കമറാണ് സുഹറാണ്, കമർ മുഅന്നസാ സുഹറ എന്ന് പറയാന്. അത് അദ്ദേഹത്തിന് അവിടെ പിടിക്കേണ്ട ഇതായി ചെയ്തിട്ടില്ല അല്ലേ. പോട്ടെ. അപ്പോ എന്താ പറഞ്ഞത്, അപ്പൊ അങ്ങനെയൊന്നുമില്ല. എണ്ണം ഒരു ദിക്ർ, ആ ദിക്റിന് എണ്ണം വാരിതായിട്ടുണ്ട്. ഉദാഹരണം നിസ്കാരത്തിന് ശേഷം 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ബഹുമാനപ്പെട്ട ഇമാം തുർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസുള്ളതാണ്, തുർമിദിന്റെ ഹദീസുകളാണ്. അപ്പൊ 10 ചെല്ലെങ്കിൽ തന്നെ അതിന്റെ കൂലി കിട്ടുള്ളൂ, 9 ചെല്ലിയാലേ അതിന്റെ കൂലിയെ കിട്ടുള്ളൂ. ഈ വിഷയത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ 10 വേണം ചെല്ലണം. അപ്പൊ അവിടെ എണ്ണം പിടിക്കേണ്ടതുണ്ടല്ലോ. 33 അതിന്റെ പൂർണ്ണ പ്രതിഫലം കിട്ടണമെങ്കിൽ 33 ചെല്ലണം. 34 ആയാല് 33ന്റെ പ്രതിഫലം കിട്ടും, പിന്നെ അതിന് പുറമെ 1 കൂടി ചെല്ലിയ കൂലി കിട്ടും. അങ്ങനെയാണ് ഉള്ളത്. 33 ചെല്ലിയാലുള്ള ഒരു പ്രതിഫലം ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, ആ പ്രതിഫലത്തിന് പ്രതിഫലം കിട്ടും. അതിന് പുറമെ 1 കൂടി ചെല്ലിയാൽ ആ 1 ചെല്ലിയതിന് കൂടി കൂലി കിട്ടും. അങ്ങനെ 32 ചെല്ലിക്കുള്ളെങ്കിലോ 32 ചെല്ലിയതിന്റെ കൂലി കിട്ടുള്ളൂ. 33ന്റെ കൂലി ഉണ്ടല്ലോ, 33 ചെല്ലിയാൽ ഇന്ന പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ കൂലി കിട്ടില്ല. ഒരു ഉദാഹരണം പറയാണ് ഇങ്ങനെയാണ്. അതുകൊണ്ട് 33 സുബ്ഹാന ചെല്ലിയാൽ, നിസ്കാരത്തിന് ശേഷം 33 സുബ്ഹാന ചെല്ലിയാൽ ആ സ്വർഗത്തിൽ അവന് ഒരു കൊട്ടാരം പടിയും എന്നാണ് ഹദീസ് നോക്കുക. അങ്ങനെയാണെന്ന് പറയില്ല കേട്ടോ, അങ്ങനെയാണ് നോക്കുക. എന്നാൽ 32 ഒരാൾ ചെല്ലി അവിടെ നിർത്തി നിൽക്കുക,
എന്നാ പിന്നെ കൊട്ടാരം കിട്ടൂല. ഒന്നുകൂടെ ചെല്ലണം, എന്നാലേ കൊട്ടാരം കിട്ടുള്ളൂ. 32 ചെല്ലിയാലോ? 32 ചെല്ലിയാലും ഒരിക്കൽ സുബ്ഹാനല്ലാഹ് ചെല്ലിയല്ലോ അല്ലെ, അതിന്റെ എത്ര പ്രതിഫലിച്ചാലും അതിന്റെ 32 ഇരട്ടി കിട്ടും, അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെ 34 ആയാലും കൊട്ടാരം കിട്ടും, അതിന് പുറമെ ഒരു സുബ്ഹാനല്ലാഹ് ചെല്ലിയതിന് കൂലി കൂടി കിട്ടും. അങ്ങനെയാണ്. അപ്പൊ അതാണ് എണ്ണം പിടിക്കുക. അപ്പൊ എണ്ണം വാരിതായ ദിക്റുകൾ ചെല്ലുമ്പോൾ അതിന്റെ പരിപൂർണമായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ആ എണ്ണം പിടിക്കാനേ വേണം, അത്രേ ഉള്ളൂ. പിന്നെ നിസ്കാരം ഖളാ വീട്ടാനുള്ളവർ സുന്നത്ത് നിസ്കാരവും പറ്റുമോ? അതൊക്കെ നമ്മൾ എത്രയോ പറഞ്ഞതാണ്. നിസ്കാരം ഖളാ ഉള്ള കൂട്ടർ എന്ത് ചെയ്യാൻ പറ്റില്ല. ഫർദ് നിസ്കാരം ഖളാ ഉണ്ട്, അങ്ങനത്തെ ആളുകള് അത് കരുതി കൂട്ടിയ ഖളാ ആക്കിയതാണ് എങ്കിൽ ഹാജറുള്ള ഫർദ് നിസ്കാരമില്ല, അത് നിസ്കരിക്കുന്നതിന്റെയും മുമ്പ് ആ ഹാജറുള്ള നിസ്കാരം ഖളാ ആകും എന്ന് ഭയമില്ല എങ്കിൽ അതിനു മുമ്പ് ഖളാ കൂട്ടൽ നിർബന്ധമാണ്. നേരെ മറ്റു റിസറോട് കൂടി ഖളാ ആയി പോയതാണെങ്കിലോ ഹാജറുള്ള നിസ്കാരത്തിന് മുമ്പ് ഖളാ കൂട്ടൽ സുന്നത്തുമാണ്. ഒരാൾക്ക് കുറെ നിസ്കാരങ്ങൾ ഖളാ ആയ ആളാണ്, എന്നാൽ അയാളുടെയും അയാളുടെ ചെലവെടുക്കൽ നിർബന്ധമായുടെയും ചെലവിന് ആവശ്യമുള്ള സമയം അയാൾക്ക് അധ്വാനിക്കേണ്ടി വരും. അതുപോലെ തന്നെ അയാളുടെ നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അത് ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങളൊക്കെ അയാൾ ഖളാ കൂട്ടാൻ വേണ്ടി നീക്കി വെക്കേണ്ടതാണ്. അങ്ങനെയുള്ള ആൾക്ക് വേറെ പണിയൊക്കെ ചെയ്യുന്ന ഹറാമാണ്. സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണ്, മറ്റു ജോലികൾ ചെയ്തൊക്കെ ഹറാമ് തന്നെയാണ്. സലാം വീട്ടുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന വാക്ക് പറയണോ? സലാം വീട്ടുമ്പോ അസ്സലാമു അലൈക്കും എന്ന വാക്ക് പറയണം. അസ്സലാമു അലൈക്കും എന്ന വാക്ക് പറയണം, അത് വേണം. ഈ അസ്സലാമുള്ള അതും അലൈക്കുമുള്ള പദവും വരണം. ഇനി ഒരാൾ അലൈക്കും അസ്സലാം പറഞ്ഞു എന്നാലും പറ്റും. അസ്സലാമു അലൈക്കും എന്നോ അല്ലെങ്കിൽ അലൈക്കും അസ്സലാം പറഞ്ഞു നിൽക്കും, എന്നാലും അതിന് വന്നിട്ടല്ലേ അസ്സലാമു അലൈക്കും, ആ വാക്ക് അലൈക്കും അസ്സലാം. അപ്പൊ ഈ പദം ആവണം, അത് നിർബന്ധമാണ്. ഞാൻ ഫത്തുൽമിന്റെ ഭാഗം കൂടെ വായിക്കാതാണ്. 13 തസ്ലീമത്തുൽ ഊല, ഒന്നാമത്തെ സലാം വീട്ടിലാണ് 13ാമത്തെ ഫർള്. നിസ്കാരത്തിന്റെ 14 ഫർളല്ലേ ഉള്ളത്, അതിൽ 13ാമത്തെ ഫർള് സലാം വീട്ടിലാണ്. അതിന്റെ ആ തസ്ലീമത്തിന് ഏറ്റവും ആ സലാം വീട്ടിനെ ഏറ്റവും ചുരുങ്ങിയത് അസ്സലാമു അലൈക്കും അതാണ് ഏറ്റവും ചുരുങ്ങിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സലാം വീട്ടിയിരുന്നത്. ഇനിയോ നിങ്ങൾ പറഞ്ഞല്ലേ, പറഞ്ഞു കേൾക്കണ്ട ഈ ചോദ്യകർത്താവിന് ഇന്നലെ തോന്നുന്ന ചോദ്യത്തിന് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കേൾക്കുന്നുണ്ടെങ്കില് കേൾക്കേണ്ട നിങ്ങളെ ഉണ്ട്. അപ്പൊ അസ്സലാമു അലൈക്കും എന്നാണ് ഏറ്റവും ചുരുങ്ങിയത് പറയേണ്ടത്. അതിനേക്കാൾ അപ്പുറം പറഞ്ഞ ശരിയാവൂല. അത് എങ്ങനെയും പറയുവാണെങ്കിൽ അസ്സലാമു അലൈക്കും നേരെ ഇങ്ങോട്ട് മറിച്ചിട്ടിട്ട് അസ്സലാമു അലൈക്കും അലൈക്കും അസ്സലാം എന്ന് പറയാം, എന്നാലും സഹിയാകും. പക്ഷെ അത് കറാഹത്ത, അത് സഹിയാകുമെങ്കിലും കറാഹത്താണ്. വയുക്റഹു കറാഹത്താക്കോടും അലൈക്കും അസ്സലാം എന്ന് സലാം കിട്ടുക, അത് കറാഹത്താണ്. നിസ്കാരത്തിന് ശേഷം സലാം കിട്ടുമ്പോഴേ നിസ്കാരത്തിന് സലാം കിട്ടുമ്പോൾ അലൈക്കും അസ്സലാം എന്ന് പറയാം, അത് കറാഹത്താണ്. എന്നാലും സഹിയാകും, കറാഹത്താണ്. മതിയാവുകയില്ല സലാമുൻ അലൈക്കും എന്ന് തങ്കീരി അലിഫ്ലാമ് പറയാതെ നെക്കിറയാക്കിക്കൊണ്ട് സലാമുൻ അലൈക്കും എന്ന് പറയാം, അത് സഹിയാവുകയില്ല, മതിയാവൂല. അസ്സലാമോ അലിഫുല്ലാമോ ഒഴിവാക്കിയിട്ട് സലാമുൻ അലൈക്കും എന്ന് പറയാം, എന്നാൽ അത് സഹിയാവുകയില്ല, മതിയാവുകയില്ല. അതുപോലെ തന്നെ വലാ സലാമുല്ലാഹി അലൈക്കും എന്ന് അറിഞ്ഞു നിൽക്കുക, അതും പറ്റൂല. ഔ സലാമി അലൈക്കും, അതും പറ്റൂല. എന്താ കാരണം? അത് സലാമുല്ലാഹി അലൈക്കുമിന്റെ അർത്ഥവും അസ്സലാമു അലൈക്കും അർത്ഥം വ്യത്യാസമുണ്ട്. അവിടെ മാരിഫയാക്കിയാലേ അസ്സലാമു എന്നാണല്ലോ, അലിഫുല്ലാമു ഉണ്ടല്ലോ, അതാണ്ട് കൂടിയാൽ അതിന് വലിയ അർത്ഥം എന്താണത്? എല്ലാ വക രക്ഷയും, എന്തെല്ലാം രക്ഷ ഉണ്ടോ ആ രക്ഷ എല്ലാം എന്നാണ് ആ അലിഫുലാം ഉണ്ടായതിന്റെ അർത്ഥം. അപ്പൊ അതില്ലെങ്കിൽ ഇപ്പൊ ഈ അർത്ഥം കിട്ടൂലല്ലോ. അപ്പൊ അതുകൊണ്ട് അലിഫുലാമ് വേണം. അപ്പൊ അത് അസ്സലാം അലൈക്കും പറയാം, അല്ലെങ്കിൽ സലാം അലൈക്കും അസ്സലാം അങ്ങനെയാവാം. അതല്ലെങ്കിൽ പിന്നെ സലാമുൻ അലൈക്കും എന്ന് അലിഫുലാം ഇല്ലാതെ പറഞ്ഞാൽ സഹിയാവുകയില്ല. അറിഞ്ഞുകൊണ്ട് കരുതി കൂട്ടിക്കൊണ്ട് ഒരാൾ എന്ത് ചെയ്ത് സലാമി അലൈക്കും അല്ലെങ്കിൽ സലാമുല്ലാഹി അലൈക്കും എന്നൊക്കെ പറഞ്ഞാൽ സലാം കുട്ടി നിൽക്കുക, എന്നാൽ സഹിയാവൂലെന്ന് മാത്രമല്ല അവന്റെ നിസ്കാരം സഹിയാവും ചെയ്യും എന്നാ, അത് നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും.
ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളുടെ ശറഹുൽ ഇർശാദിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വസുന്ന സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു തസ്ലീമത്തും സാനിയത്തും. രണ്ടാമത്തെ സലാം വീട്ടിൽ എന്താണ് നിർബന്ധമല്ല, സുന്നത്ത രണ്ടാമത്തെ സലാം വീട്ടില്. വൈൻ തറക്കഹ ഇമാമു, ഇമാമ ഒരു സലാം മാത്രമേ ചൊല്ലിട്ടോളൂ നിൽക്കുക. എന്നാലും ശരി ഉമ്മുമിന് എന്തുണ്ട്, 2 സലാം വീട്ടിൽ സുന്നത്തുണ്ട്, രണ്ടാമത്തെ സലാം വീട്ടിലും സുന്നത്തുണ്ട്. ഈ രണ്ടാമത്തെ സലാം വീട്ടിൽ ഹറാമാകും എപ്പോ? ഒന്നാമത്തെ സലാം വീട്ടി കഴിഞ്ഞ ശേഷം, ഒന്നാമത്തെ സലാം വീട്ടി കഴിഞ്ഞ ശേഷം ഓന്റെ ഒളു മുറിഞ്ഞു നിൽക്കുക. ഒരാളെ ഒളു ഒരു സലാം നിർബന്ധമുള്ളൂ അല്ലേ, ഒരു സലാം വീട്ടിൽ നിർബന്ധമുള്ളൂ. ഇനി രണ്ടാമത്തെ സലാം വീട്ടിൽ സുന്നത്താ. അങ്ങനെ ഒന്നാമത്തെ സലാം വീട്ടിൽ കഴിഞ്ഞ് അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഓന്റെ ഒളു മുറിഞ്ഞു നിൽക്കുക. എന്നാൽ രണ്ടാമത്തെ സലാം വീട്ടിൽ പിന്നെ ഹറാമാ. രണ്ടാം സലാം വീട്ടിലെ ഹറാമാണ്, കാരണം നമസ്കാരം ഒന്നുമില്ല ചെയ്യാൻ പറ്റൂല്ലോ. ഹറാമ. പിന്നെ ഉസ്താദെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രത്യേകം ദുആ ചെയ്യാൻ അപേക്ഷിക്കുന്നു. നമ്മൾ ഷാക്കിർ ഉലൂമിന്റെ പിയമാണ്. പിന്നെ വിഷയത്തിൽ നിന്ന് പറഞ്ഞില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും രക്ഷ പ്രദാനം ചെയ്യട്ടെ. ഷാക്കിർ ഉലൂമിക്ക് നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും രക്ഷ പ്രദാനം ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരെ അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ, കഷ്ടപ്പെടുത്താതിരിക്കട്ടെ. പടച്ചവനെ ആമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. അന്യ സ്ത്രീകൾ സലാം പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഒന്ന് വിശദീകരിക്കുന്നു. അന്യ സ്ത്രീകൾ സലാം ചെല്ലിയാലേ അന്യ സ്ത്രീ അവൾ യുവതിയാണ് എങ്കിൽ, ഒരു കണ്ടാൽ ആഗ്രഹം തോന്നുന്ന ഒരു യുവതിയാണ് സലാം ചെല്ലിയത്, ഒരു അത് അവളാണെങ്കിലും ഒറ്റക്കാണേനും, എന്നാൽ അവിടെ സലാം മടക്കൽ കറാഹത്താണ്. പുരുഷന് പിന്നെ സലാം മടക്കൽ കറാഹത്താണ്. അതേസമയത്ത് ഇവനിങ്ങനെ ഇരിക്കുന്നുണ്ട്, ആ സദസ്സിലേക്ക് എന്ത് ചെയ്ത് ഒരു പെണ്ണ് എന്ത് ചെയ്ത് സലാം ചൊല്ലി എന്നൊക്കെ മടക്കൽ കറാഹത്തൊന്നല്ല. ഇവ മാത്രമല്ല, വേറെയും കുറെ ആളുകളുണ്ട്. ആ സദസ്സിലേക്കാണ് ഒരു പെണ്ണ് എന്ത് ചെയ്ത് സലാം ചൊല്ലി, അവിടെ യുവതിയൊക്കെ തന്നെയാണ്. എന്നാ അവിടെ സലാം മടക്കൽ കറാഹത്തുണ്ടോ? ഇല്ല. നേരെ ഇവൻ ഒറ്റക്ക് ഇരിക്കുകയാണ്. അപ്പൊ നല്ലൊരു യുവതി എന്ത് ചെയ്യാണ്, ഇവനക്ക് സലാം ചൊല്ലി. എന്നാൽ അവന് ആ സലാം അടക്കൽ ഹറാമല്ല, കറാഹത്താണ്. കറാഹത്താണ്. നേരെ മറ്റു വയസ്സത്തിയാണ്, കണ്ടാൽ ആഗ്രഹം തോന്നാത്ത വയസ്സത്തിയൊക്കെ നിൽക്കുക. എന്നാലും സലാം ചൊല്ലിയാല് മടക്കൽ കറാഹത്തില്ല എന്ന് മാത്രമല്ല നിർബന്ധവുമാണ്. സലാം ചൊല്ലിയ സമയത്ത് മടക്കൽ നിർബന്ധമാണല്ലോ. വയസ്സത്തിയാണ് സലാം ചൊല്ലിക്കുന്നത്, എന്നാ മടക്കൽ നിർബന്ധവുമാണ്. പിന്നെ അൻവരിയുടെ ക്ലാസിന്റെ സമയമായി തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒന്ന് വിവരറിയിക്കണേ. അസ്സലാമു അലൈക്കും വലൈക്കും സലാം. ഹറമിൽ നിന്ന് ഖദാ വീട്ടുമ്പോൾ കുറച്ച് നിസ്കരിച്ചാൽ മതി എന്ന് കേട്ടു. ആരാണ് പറഞ്ഞത്? ഒരു വ്യക്തി ഒരു വക്ത് വീട്ടിയാൽ 1 ലക്ഷം വീടുമോ? 22,000 കള വീട്ടിയാ പോരല്ലേ? 22,000 ആ രാത്രിന്റെ അല്ലേ, ഒറ്റ രാത്രിന്റെ ഇതിന് 84 വർഷത്തെ പാദത്തിന്റെ പ്രതിഫലം ഉണ്ടെന്നാണ്. അതുപോലെ എന്താണ് എന്റെ സഹോദരന്മാർ, അതൊന്നല്ല ഉള്ളത്. അത് സവാബും കടമ തീരലും രണ്ടും വ്യത്യാസമുണ്ട്. കടമ തീരലും സവാബും വ്യത്യാസമുണ്ട്. സവാബും കടമ തീരലും അതിപ്പോ അങ്ങനെ തന്നെയാണല്ലോ. ഒരു യജമാൻ അടിമയോട് പറഞ്ഞു, എന്ത്, ഈ എല്ലാ ദിവസവും ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇന്ന കാര്യം ചെയ്യണമെന്ന്. അത് നിർവഹിക്കുക. അതാണ് ആ അടിമന്റെ പണി. അതിന് ഓരോ ദിവസം ചില പ്രത്യേക ദിവസങ്ങൾക്ക് ആ യജമാനൻ കൂടുതൽ കൂലി കൊടുക്കേണ്ടി നിൽക്കുക. അതുകൊണ്ട് മറ്റേ ദിവസത്ത് ചെയ്യേണ്ടതെന്നല്ല. ഇവിടെ ഉള്ള വിഷയം അതല്ലേ. ഇവിടെ യജമാനൻ കൽപ്പിച്ചിട്ടാണ് എന്ത്, ഇന്ന സ്വലാത്ത കാൻസ് കിതാബം മൗഖൂത്താന്ന്, 5 നേരം ഫർള് നിസ്കാരം എന്റെ അടിമകൾക്ക് ഞാൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിന് ഇന്ന സമയം മുതൽ ഇന്ന സമയം ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ആ സമയത്ത് അത് അവർ നിർവഹിച്ചു കൊള്ളണം എന്ന് യജമാനൻ അടിമകളോട് കൽപ്പിച്ചതാണ്. ഇവിടെ ഓരോ ദിവസം 5 നേരം എന്റെ അടിമകൾ എനിക്ക് നിസ്കരിക്കണം. ആ 5 നേരത്തിന് ഒരു സമയമുണ്ട്. ആ സമയത്ത് തന്നെ അത് നിർവഹിച്ചു കൊള്ളുകയും വേണം എന്ന് യജമാനൻ കൽപ്പിച്ചു. ആ യജമാന്റെ കൽപ്പന സ്വീകരിക്കണം അവന്റെ അടിമകൾ. അതുകൊണ്ട് അത് ചെയ്യുകയെന്ന് വേണം.
യജമാനൻ ഒരു പ്രത്യേക ചില ആനുകൂല്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കല്ലേ. ഇന്ന സമയത്ത് നിസ്കരിച്ചാൽ അത്ര കൂലി കൊടുക്കും, ഇന്ന സമയത്താണെങ്കിൽ ഇത്രേ കൊടുക്കുള്ളൂ. അതൊക്കെ ആ യജമാനന്റെ ഫളിലാണ്. അതൊക്കെ അത് ദാസന്മാരോട് ചെയ്ത പറഞ്ഞ പണിയുണ്ടല്ലോ, അത് അതിൽ ആ ഒരു വീഴ്ച തന്നെ പാടില്ല. നേർച്ചയാക്കിയ കോഴിയെ വീട്ടിൽ അറുത്ത് മുഴുവത് ഓതിയാൽ മതിയോ, അതോ അവിടെ കൊണ്ടുപോയി കൊടുക്കണോ? എവിടെ? അവിടെ കൊണ്ടുപോയി കൊടുക്കണോ? എവിടെ ഇപ്പൊ സംഭവം? നേർച്ചയാക്കിയ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ പുത്തമ്പള്ളിയിലെ പുത്തമ്പള്ളി അങ്ങനെ അതായത് ഒരു ഉദാഹരണമല്ലേ. പുത്തമ്പള്ളി മൂപ്പര പേരില് ഒരു മൗലിദ് ഓതാൻ വേണ്ടിട്ട് ഒരു നേർച്ചക്കോഴി. അപ്പൊ എന്ത് ചെയ്താൽ മതി? അത് അവിടെ അതിന്റെ വിഷയം അത് ഫക്കീർ മിസ്കിന്മാർക്ക് ഇറച്ചി വിതരണം ചെയ്യുവാനുള്ളതല്ല. ഒരാളെന്ത് ചെയ്തു? മാംസം പിന്നെ ഒരാൾ ഒരു അറക്കാൻ നേർച്ചയാക്കി നിൽക്കുക, ഒരറവ് നേർച്ചയാക്കിയാൽ അതിൽ നിന്ന് അതിന്റെ മാംസം മുഴുവൻ ഫക്കീർ മിസ്കിന്മാർക്ക് പിന്നെ കൊടുക്കൽ നിർബന്ധമാണ്. അതിൽ നിന്ന് അയാൾ ഭക്ഷിക്കാനും പാടില്ല, ധനാഢ്യരായ ആളുകൾക്ക് ഭക്ഷിപ്പിക്കാനും പാടില്ല. അത് പക്ഷെ അതേ സമയത്ത് ഇതല്ല ഇവിടെ ഉദ്ദേശിക്കണമല്ല. ബദ്രീങ്ങളുടെ പേരിൽ പിന്നെ ഇറക്കാൻ നേർച്ചയാക്കിയാണ് ഇത്. അതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇത് അർത്ഥത്തെ എന്ത് ചെയ്യാ? ബദ്രീങ്ങളുടെ പേരിൽ മൗലൂദ് ഓതാൻ ഉദ്ദേശമുള്ളൂ. അതിപ്പോ അവനെ ഓതിയാലും വേണ്ടില്ല, എന്നിട്ട് ആ ഗോയൊക്കെ ഓൻ തിന്നാലും വേണ്ടില്ല. അവിടെ ഇതല്ല. അവിടെ അതിന്റെ ഉദ്ദേശമായിട്ട് ബദർ മൗലൂദ് അതിന്റെ പേരിലായിട്ട് നടക്കണം, അത്രേ ഉദ്ദേശിക്കണുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ മൗലൂദിൽ അറുക്കാൻ വേണ്ടി നേർച്ചയാക്കിയ കോഴിയാണെങ്കിൽ അത് അറുത്തുകൊണ്ട് മൗലൂദ് ഓതൽ നിർബന്ധമാണ്, അത്രേ ഉള്ളൂ. അത് മറ്റേ അവനക്ക് ഭക്ഷിക്കാൻ പാടില്ല എന്ന നിയമം അവിടെ വരുന്നില്ല. നേരെ മറിച്ച് ഒരാൾ അറുത്ത് മാംസം വിതരണം ചെയ്യാൻ നേർച്ചയാക്കിയിട്ടുണ്ട് നിൽക്കുക, എന്നാൽ അയാൾക്കോ അയാൾ ചെലവെടുക്കാൻ നിർബന്ധമായവർക്കോ അതിൽ നിന്ന് അല്പം പോലും എടുക്കാനും പാടില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞാൻ ഇന്നലെ ഒരു സംശയം അയച്ചിരുന്നു. സ്ത്രീധനം വാങ്ങിയ ക്യാഷ് കൊണ്ട് വാങ്ങിയ മഹർ സ്വീകാര്യമാണ് ആകുമോ? ആവില്ലെങ്കിൽ അതിനുള്ള പ്രതിവിധി എന്താണ്? മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ടായല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിന്റെ പ്രതിവിധി എന്താണ്? സ്ത്രീധനം വാങ്ങിയ പൈസ ഒന്ന് മഹർ കൊടുക്കുകയോ ചെയ്യാം, അതൊന്നും ഇതൊന്നുമില്ല. പക്ഷെ അതൊന്നൊരു ഒരു രസമുള്ള പണിയില്ല, അത്രേ ഉള്ളൂ. ഒരാണാണ് തെളിയിക്കണ്ടേ, അല്ലേ? ആണുങ്ങളാണാണ് തെളിയിക്കണ്ടേ. ഒരു പെണ്ണ് കിട്ടുമ്പോ എന്ത് ചെയ്യുക? അവൾക്ക് വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുക, അവൾക്ക് മഹർ കൊടുക്കുക, അവൾക്ക് താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക, അതൊക്കെ അവന്റെ പണിപ്പെട്ടല്ലേ. അവളെ പൈസ വാങ്ങി അവൾക്ക് തുണി ഉണ്ടാക്കി കൊടുക്കുക, അല്ലേ? അവിടെ നിന്ന് പൈസ വാങ്ങി എന്നിട്ട് അതുകൊണ്ട് അതിനൊരു വിചാരമല്ല അതിനൊന്നും, അല്ലേ? പത്രങ്ങൾ അറിഞ്ഞത് അത് അങ്ങനെ ചെയ്തുകൊണ്ട് വിരാതൊന്നുമില്ല, അത് സഹിയാവുകയൊക്കെ ചെയ്യും, അതൊരു കുഴപ്പമൊന്നുമില്ല. അതിന് പ്രതിവിധിയൊന്നുമില്ല. എന്നിട്ട് അവർക്കും തിരിച്ചു കൊടുക്കാൻ നല്ലതാ, അല്ലേ? നല്ലതാണ്. എന്റെ പ്രതിവിധി ഇപ്പൊ അതാണ്. ഇത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവള് പിന്നെ തൃപ്തിപ്പെട്ടത് നിൽക്കണം നിൽക്കുക, എന്നാൽ അതുകൊണ്ടൊന്നും വിരോധമില്ല. ഇനി അവൾ തൃപ്തിപ്പെടൂല എന്നൊക്കെ ശ്രീധരൻ അവൾക്ക് അവളുടെ പിതാവ് കൊടുക്കണതാണ്. അവളുടെ പിതാവ് അല്ലെങ്കിൽ അവളുടെ ആരാണെങ്കിലും അത് അവൾക്ക് കൊടുക്കുന്നതാണ്. അത് അവൾക്ക് തൃപ്തി ഇല്ലാതെ തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അത്രയും സംഖ്യ തിരിച്ചു കൊടുത്താൽ മതി. മഹറാണെങ്കിലോ മഹർ നിങ്ങൾ അവൾക്ക് കൊടുക്കാൻ നിർബന്ധമായ വിഷയത്തിൽപ്പെട്ടതാണ്, അത് നിങ്ങളുടെ കടമയുമാണ്. ആ മഹർ കൊടുക്കാൻ വേണ്ടി അവളുടെ പൈസ നിങ്ങൾ എടുത്തത് അവൾക്ക് തൃപ്തിയില്ല എങ്കിൽ ആ തൃപ്തിയില്ലാത്ത പൈസ നിങ്ങൾ അവൾക്ക് തിരിച്ചു കൊടുക്കാൻ നിങ്ങളുടെ മേൽ നിർബന്ധവുമാണ്, അത്രേ ഉള്ളൂ. അങ്ങനെയാണ്, അതാണ് അതിന്റെ വിഷയം. സഹോദരിക്ക് സാലിഹായ ഭർത്താവിനെ കിട്ടാൻ ദുആ ചെയ്യണം ഉസ്താദെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹായ നല്ല സൽസ്വഭാവിയായ അവളെ സ്നേഹിക്കുന്ന അവളെ സംരക്ഷിക്കുന്ന നല്ലൊരു ഒരു പുരുഷനെ അവൾക്ക് ഇണയായി അല്ലാഹു തന്നെ നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അത് മരിക്കുന്നതിന് മുമ്പ് മുറിഞ്ഞു പോയാലാണ് ഇത്. അത് മരിക്കുന്നതിന് മുമ്പ് മുന്നിൽ പോലെ അത് എന്നിട്ട് നമ്മൾ പണ്ട് അവയവം കിട്ടിയതിനെ കുറിച്ച് പറഞ്ഞല്ലോ, അല്ലേ? ഒരവയവം കിട്ടി. അപ്പൊ അത് സംബന്ധമായ ചോദ്യം അന്ന് ബാക്കി വന്നതാണ്. മരിക്കുന്നതിന് മുമ്പാണ് ഒരാളുടെ അവയവം കിട്ടിയത്. എന്നാ ഒരവയവം കിട്ടി, ആ അവയവത്തിന്റെ ഉടമ ഉണ്ടല്ലോ, അയാൾ മരിച്ചിട്ടില്ല, അയാൾ ജീവിച്ചിരിക്കുന്ന ആളാണ്.
ഞാൻ എന്ത് ചെയ്യേണ്ടത്? അവയം ഒന്നും വേണ്ട, അത് ഔറത്തായ ഭാഗത്തുനിന്നാണെങ്കിൽ അത് മറക്കൽ നിർബന്ധമാണ്. അത് നമ്മൾ പറഞ്ഞല്ലോ, ഔറത്തായ ഭാഗമാണ് നിൽക്കുക. ഉദാഹരണം പറയാൻ, സ്ത്രീയുടെ ശരീരം മുഴുവൻ ഔറത്താണ്. ആ സ്ത്രീന്റെ അവയവമാണ് കിട്ടിയെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ മറക്കല് നിർബന്ധമാണ്. അത് കുഴിച്ചിട്ടുകൊണ്ട് മറക്കല് സുന്നത്തുമാണ്. പുരുഷന്റെ ആണെങ്കിൽ അത് മുട്ടുകുക്കന്റെ ഇടയിലുള്ള സ്ഥലമാണ് നിൽക്കുക, സ്ഥലത്തുള്ള ഔറത്താണല്ലോ. അപ്പൊ ആ ഭാഗത്തുനിന്നാണെങ്കിൽ മറക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ മറക്കൽ നിർബന്ധമില്ല, സുന്നത്താണ്. പിന്നെ മരിച്ച ആളാണെങ്കിൽ അത് നമ്മൾ പറഞ്ഞൂലേ, ഒരു അവയവം കിട്ടി അതിന്റെ ഉടമ മരിച്ചിരിക്കുന്നു എന്ന് ഉറപ്പായിട്ടുണ്ട്. എന്നാലും അവിടെ 4 കാര്യം നിർബന്ധമാണ്. അത് കഴുകൽ നിർബന്ധമാണ്, അത് ക്ഷീര കൊണ്ട് പൊതിയൽ നിർബന്ധമാണ്, എന്നിട്ട് മയ്യത്ത് സ്കരിക്കൽ നിർബന്ധവുമാണ്. മയ്യത്ത് അതിന്റെ മേലല്ല, അതിന്റെ ഉടമണ്ടല്ല, ആ വ്യക്തിന്റെ മേലില് മയ്യത്ത് വെച്ചുകൊണ്ട് പിന്നെ മയ്യത്ത് സ്കരിക്കുക അത് നിർബന്ധമാണ്. മറവ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞു. ത്വരീഖത്ത് സ്വീകരിക്കാത്തവർ മുസ്ലിമായി മരിക്കുകയില്ല എന്ന് പല ത്വരീഖത്തുകാരും പറയുന്നു. ഇത് ശരിയാണോ? ശരിയല്ല. ത്വരീഖത്ത് സ്വീകരിക്കാത്തവർ മുസ്ലിമായി മരിക്കൂല എന്നുള്ളത് ശരിയല്ല. ആലുവ ത്വരീഖത്ത് ശരിയാണോ? അല്ല, ആലുവ ത്വരീഖത്ത് ശരിയല്ല എന്നപ്പോ നിങ്ങളെ ഷെയ്ഖ് റയ്യാൻ, ഷെയ്ഖ് ഖുതുബുസ്സമാൻ യൂസുഫ് സുൽത്താൻ എന്ന ഒരാളെ ത്വരീഖത്ത് പ്രഭാഷണം യൂട്യൂബിൽ കാണപ്പെടുന്നു. ഒന്ന് വിശദീകരിക്കാമോ? അപ്പൊ ഇൻഷാല്ലാ നമ്മള് ഖുർആന്റെ ക്ലാസ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പൊ ഇൻഷാല്ലാ അതിന്റെ ആദ്യം മുതൽ അവസാനം വരേക്ക് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കുക. അപ്പൊ ത്വരീഖത്തിനെ കുറിച്ച് ക്ലാസ് ഇപ്പൊ വരാനിരിക്കുകയാണ് ഇൻഷാല്ലാ. ഞാൻ മൈക്ക് റിലീസ് ചെയ്താൽ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ക്ലാസ്സാണ്. അപ്പൊ അത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് സംബന്ധമായി ഉണ്ടാകുന്ന സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സംശയങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചു തീർക്കുകയും ചെയ്യുക. പിന്നെ ചാണകം പോലെയുള്ള വളങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന്റെ വിധി എന്താണ്? ആ വിൽപ്പന സഹിയാവും. നജസ് വിൽക്കാൻ പാടില്ല. നജസ് വിൽപ്പന നടത്തിയാൽ സഹിയാവുകയില്ല എന്ന്. പക്ഷെ അതേ സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ അത് വളരെ നിർബന്ധമായിട്ട് വരും ചെയ്തില്ല. കൃഷിക്കാരാണ്, നെൽകൃഷി, പിന്നെ മറ്റേ തെങ്ങും കഴുങ്ങും റബ്ബറും അങ്ങനെ പല കൃഷികളും ചെയ്യുന്ന കൂട്ടരാണ്. അതിനിപ്പോ അവര് ഇപ്പൊ ഈ ചാണകം അല്ലെ, അടുത്ത വീട്ടിൽ നിന്നും മറ്റൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ചാണകമൊക്കെ വാങ്ങേണ്ടി വരും. ആ ചാണകം വാങ്ങല് ഹറാമാണ്. നിങ്ങൾ എനിക്ക് വെറുതെ വന്നാലേ ഞാൻ പോയി കൊടുക്കുവോ? അത് കൊടുക്കാനും കൊടുക്കില്ലേ? അപ്പൊ അവിടെ ഏറ്റവും സൗകര്യപ്പെട്ട വിഷയം ഹംബലി മദ്ഹബ് പ്രകാരം മഅ്കൂലാത്തിന്റെ കാഷ്ടവും മൂത്രവും നജസല്ല, ത്വാഹിറാണ് എന്നാണ് ഹംബലി മദ്ഹബ് പ്രകാരം. അപ്പൊ പശു ആടൊക്കെ മൗക്കൂലായ മാംസം കഴിക്കൽ ഹലാലാണല്ലോ അല്ലെ? അറുത്ത് മാംസം കഴിക്കൽ ഹലാലായ ജീവിണ്ടല്ലോ, ആ ജീവിന്റെ കാഷ്ടവും മൂത്രവും നജസല്ല, ത്വാഹിറാണ് എന്നാണ് ഹംബലി മദ്ഹബ്. അതുകൊണ്ട് തന്നെ ഇനി അഥവാ അങ്ങനെ വാങ്ങുകയാണെങ്കിൽ ആ വിഷയത്തിൽ ആ മദ്ഹബ് തഖ്ലീദ് ചെയ്യുക. നമ്മൾ കുറ്റക്കാരനാവൂല എന്നാ, അല്ലെങ്കിൽ കുറ്റക്കാരാവേ. ഹറാമാന്ന് അറിഞ്ഞുകൊണ്ടൊരു കാര്യം ചെയ്യാൻ പാടില്ല നമ്മള്. അല്ലേ? കാഷ്ടമൂത്രം അത് നജസാണ്, വിൽക്കാൻ പാടില്ല, സഹിയാവുകയില്ല എന്ന് അറിഞ്ഞ് പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ നമ്മളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ ചെയ്യൽ നിർബന്ധമായ ഒരു അവസ്ഥയിൽ നിൽക്കുക. എന്നാൽ അത് സഹിയാകും എന്ന് പറഞ്ഞ ഒരു മദ്ഹബ് ഉണ്ടോ നോക്കാം നമ്മൾ. ആ മദ്ഹബ് തഖ്ലീദ് ചെയ്യുക. പിന്നെ നമ്മൾ കുറ്റക്കാരല്ല. അപ്പൊ ഹംബലി മദ്ഹബ് പ്രകാരം കാഷ്ടമൂത്രത്തിന്റെ മൗക്കൂലാത്തിന്റെ പിന്നെ മാംസം ഭക്ഷിക്കൽ ഹലാലായ ജീവിയുടെ കാഷ്ടമൂത്രം നജസല്ല. അപ്പൊ നമ്മൾ ആ വിഷയത്തിൽ ആ മദ്ഹബ് തഖ്ലീദ് ചെയ്യുക. അവിടെ വേറെ ചിന്തിക്കേണ്ടതൊന്നുമില്ല. ഇവിടെ ഹംബലി ഇമാമിന്റെ മദ്ഹബ് ഇങ്ങനെയാണല്ലോ, ഞാൻ അതനുസരിച്ചാണ് വാങ്ങുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി, വേറൊന്നുമുണ്ട്. അപ്പോൾ അവന് പിന്നെ ആ വിൽപ്പന അതുണ്ടല്ല, ആ ഇടപാട് അത് സഹീഹാകും. അവൻ കുറ്റക്കാരനല്ല. പിന്നെ ഒഫറന്നൂരി ഒന്നിറങ്ങില്ലേ ഒന്നുകാ ഐഡിയ എത്തിയിട്ടുണ്ടെങ്കിൽ പറയണം. എത്തിയില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. നാട്ടിലേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റ് യാത്രയിൽ സുബഹി നിസ്കാരം ഖദാ ആകുന്നു, എന്താണ് ചെയ്യുക? അതുപോലെ തിരിച്ചു വരുമ്പോൾ ഫ്രൈഡേ ജുമയുടെ സമയത്ത് ആ സമയത്ത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാമോ? നാട്ടിൽ പോകുമ്പോൾ സുബഹിസ്കാരം ഖദ ആക്കരുത്. സുബഹിസ്കാരം ഖദ ആവുന്ന സമയം സുബഹിസ്കാരം ഖദ ആക്കരുത്. ഖദ ആകാതിരിക്കാൻ എന്താ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ
നിങ്ങൾ പ്ലെയിനിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഒലുവൊക്കെ എടുക്കുക. പ്ലെയിനിലേക്ക് കയറുന്നതിന് മുമ്പ് ഒലുവൊക്കെ എടുത്തിട്ട് കയറുക. എല്ലാം സുന്നത്താണല്ലോ അല്ലെ? യാത്രക്കാരൊക്കെ എപ്പോഴും ഒലു ഉള്ളവരായിരിക്കും, പ്രത്യേകമായ സുന്നത്താണ്. അഥവാ മുമ്പ് മുന്നേ വേഗം കൊടുക്കുക, അതല്ലെങ്കിൽ സുന്നത്താണ്, യാത്രക്കാർക്ക് പ്രത്യേകമായ സുന്നത്താണ്. ആ പ്ലെയിനിലേക്ക് കയറുന്നതിന് മുമ്പ് പിന്നെ എയർപോർട്ടിൽ നിന്ന് മറ്റൊക്കെ ഒലു ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് പ്ലെയിനിൽ ഇരിക്കുക. എന്നിട്ട് പിന്നെ സുബഹിന്റെ സമയം ആയി എന്നറിഞ്ഞാൽ ആ സീറ്റിൽ ഇരുന്ന് നിസ്കരിക്കാനേ പോയിക്കോളൂ. ഇപ്പൊ അവിടെ ഇരിക്കുന്ന സീറ്റുണ്ടല്ലോ, ഇരിക്കുന്ന സീറ്റിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഉസല്ലി ഫർള സുബ്ഹി, ഞാൻ സുബഹി നിസ്കരിക്കുന്ന നീയത്തോടു കൂടി എന്ത് തക്ബീറത്തിലേറാൻ കിട്ടുക. എന്നിട്ട് പിന്നെ നിസ്കരിക്കന്നെ, അവിടെ ഇരുന്ന് നിസ്കരിക്കുക, സലാം കിട്ടുക. ഇപ്പൊ നിസ്കാരം അതിന്റെ പൂർണ്ണമായ ഷർത്തുകൾ പാലിക്കാൻ സാധിച്ചിട്ടില്ല അല്ലെ? എന്ത് ഷർത്ത്? നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കണം. നിൽക്കാൻ പിന്നെ സൗകര്യമില്ല, അവിടെ സൗകര്യമില്ല. അത് ഖിബിലയിലേക്ക് മുന്നോട്ട് പോകുക, അതൊക്കെ ഷർത്താണല്ലേ? അപ്പൊ അങ്ങനത്തെ ഷർത്തുകളൊന്നും പാലിക്കാൻ സാധിച്ചിട്ടില്ല, നിൽക്കാൻ സാധിച്ചിട്ടില്ല. നിസ്കാരത്തിന്റെ ഫർളാണ്. പിന്നെ അതുപോലെ തന്നെ ഖിബിലയിലേക്ക് മുന്നിടാൻ സാധിച്ചിട്ടില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുക? ഇനി ആ നിസ്കാരം ഒന്നുകൂടി മടക്കി നിസ്കരിക്കുകയും ചെയ്യുക. നാട്ടിലെത്തിയതിനു ശേഷം പ്ലെയിനിലൊക്കെ ഇറങ്ങി അതിനുശേഷം അതൊന്നും കൂടി മടക്കി നിസ്കരിക്കുകയും ചെയ്യുക. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാലേ, നിസ്കാരം ഖളാ ആക്കിയ കുറ്റം ഉണ്ടാവരുത്. നിസ്കാരം ഖളാക്കാൻ പാടില്ലല്ലോ, നിസ്കാരം ഖളാക്കാൻ പാടില്ല. ഇനി നിസ്കാരം ഖളാ ആക്കിയ കുറ്റം ഉണ്ടാവരുത്. അതിനുവേണ്ടിയാണ് സാധിക്കുന്ന രീതിയിൽ പ്ലെയിനിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കണം എന്ന് പറഞ്ഞത്. പിന്നെ അതൊന്നുകൂടി മടക്കി നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്കരിച്ച സമയത്ത് അതിന്റെ പൂർണ്ണമായ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ല. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് അത് ഒന്നുകൂടി നാട്ടിലെത്തിയതിനു ശേഷം ഒന്നുകൂടി മടക്കി നിസ്കരിക്കുക. ഇങ്ങനെ ആയാലും പിന്നെ നിസ്കാരം ഖളാക്കിയ കുറ്റമില്ല, അവന്റെ നിസ്കാരം സഹിയാവുകയും ചെയ്തു അല്ലെ? അങ്ങനെ ചെയ്യാങ്ങൾ സുബഹി. പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് ഫ്രൈഡേ ജുമാന്റെ സമയമാണെന്നാണ്. ജുമാ അവിടെ ഉള്ളൊരു മസലാണല്ലേ, ജുമാ വഴിയിൽ വെച്ച് ജുമാ കിട്ടുകയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ സുബഹിന്റെ ശേഷം യാത്ര ചെയ്ത ഹറാമാണ്. വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം ഏത് യാത്രയും ഹറാമാണ്. എപ്പോൾ? വഴിയിൽ വെച്ച് ജുമാ കിട്ടുമെന്ന് കിട്ടുന്നിക്കുക, എന്നാ പിന്നെ ഹറാമില്ല. കിട്ടുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ സുബഹിന്റെ ശേഷം യാത്ര ചെയ്ത ഹറാമാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ? അപ്പൊ സുബഹിന്റെ മുമ്പ് യാത്ര പുറപ്പെടുന്നെ. ഞാനൊക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. സുബഹിന്റെ മുമ്പായിട്ട് ഇവിടുന്ന് ഇറങ്ങുക, എന്നിട്ട് പോകാൻ വഴിക്ക് അവിടെ പോയി പിന്നെ ഈ നമ്മുടെ മഹലിന്റെ അതിർത്തി ഉണ്ടല്ലോ, മഹലിന്റെ അതിർത്തി വിട്ടുകയറിന് ശേഷം എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ മാർഗമുള്ളൂ. അപ്പൊ നമ്മൾ താമസിക്കുന്ന മഹലിന്റെ അതിർത്തി സുബഹിന്റെ മുമ്പായിട്ട് വിട്ടു കടക്കുക. എന്നാൽ പിന്നെ ആ യാത്ര ഹറാമല്ല. സുബഹിന്റെ വഴിയിൽ ജുമാ കിട്ടുകയില്ല എന്ന് ഉറപ്പാണ് എങ്കിൽ വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം യാത്ര ചെയ്യൽ ഹറാമാകുന്നു. സുബഹിന്റെ മുമ്പ് ഹറാമല്ല. അതുകൊണ്ട് യാത്ര സുബഹിന്റെ മുമ്പ് പുറപ്പെടുക. എന്നിട്ട് നിങ്ങളുടെ സുബഹിന്റെ മുമ്പായിട്ട് മഹലിന്റെ അതിർത്തി വിട്ടു കിടക്കുക. അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഉസ്താദെ, അപ്പോൾ സുബഹിക്ക് സുബഹിക്കാൻ ഇത് മടക്കി നിസ്കരിക്കുന്നത്, ഫർലാക്കപ്പെട്ട സുബഹിസ്കാരം ഞാൻ മടക്കി നിസ്കരിക്കുന്നത് തന്നെ. അതന്നെ അങ്ങനത്തെ നീയത്ത്. സുബഹി രണ്ടരക്കാലത്ത് ഫർള് നിസ്കാരം ഞാൻ മടക്കി നിസ്കരിക്കുന്നു, മനസ്സിലായല്ലേ? അത് രണ്ടാമത് നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിന്റെ നീയത്ത് എന്താണെന്നാണ്. അതങ്ങനെ തന്നെ ഫർളാക്കപ്പെട്ട രണ്ടരക്കാലത്ത് ഫർള് സുബഹിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഞാൻ ഖിബലയിലേക്ക് മുന്നിട്ട് കൊണ്ട് മടക്കി നിസ്കരിക്കുന്നു. അപ്പോ പുറഞ്ഞൊഴി വന്നിട്ടുണ്ടെങ്കിൽ എന്നെ PM ചെയ്തുകൊണ്ട് വിവരം അറിയിച്ചാൽ പെട്ടെന്ന് കാണൂല കേട്ടോ. നിങ്ങൾ പബ്ലിക് ടെക്സ്റ്റ് ചെയ്താൽ മതി. കാരണം അവിടെ PM കുറെ വന്ന് കൊടുക്കുകയാണേ. അപ്പൊ എന്നെ ശ്രദ്ധ കിട്ടിക്കൊള്ളില്ല. ഈ മുജീബ് MKD ഇപ്പൊ കുറെ കാലമായിട്ട് കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഉണ്ടായിരുന്നു അവിടെ? ഞാൻ കണ്ടിട്ട് കുറെ കാലമായി തോന്നുന്നു എനിക്ക്. ജിദ്ദയിലാണ് അത് ഡ്യൂട്ടി മാറിയ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. 10 പവനാൽ കൂടുതലുള്ള ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണം എന്ന് പറയപ്പെടുന്നു. ശരിയാണ്? ശരിയല്ല.
ആഭരണത്തിന് 10 പവനേക്കാൾ അപ്പുറം ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന്. അതേസമയത്ത് 10 പവൻ ആഭരണമല്ലാത്ത സ്വത്ത് ഒരാൾക്ക് 10 പവൻ ഉണ്ടായി നിൽക്കുക. 10 പവനും 85 ഗ്രാം. 10 പവനിൽ 85 ഗ്രാം. 85 ഗ്രാം എന്നാണ് 10 പവനും പിന്നെ 1 ഗ്രാമും കൂടി വേണം. 10 പവനാണ് 84 ഗ്രാം അല്ലേ? ഇത് 85 ഗ്രാമാണ്. 10 പവനും പിന്നെ 1 ഗ്രാമും കൂടി. അത് ധരിക്കുന്ന ആഭരണമല്ലാത്ത സ്വർണമാണ്, ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. എന്നാൽ സക്കാത്ത് കൊടുക്കണം. ധരിക്കുന്നതാണെങ്കിൽ 10 പവനേക്കാൾ മേളിന് സക്കാത്ത് കൊടുക്കാൻ അങ്ങനൊന്നുമില്ല. ഒക്കെ നിങ്ങളങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. പള്ളികളിൽ കാണുന്ന ബോട്ടിൽ വെള്ളം ആവശ്യത്തിന് കൂടുതൽ എടുത്തു കൊണ്ടുവരാമോ? പള്ളികളിൽ കാണുന്ന ബോട്ടിൽ വെള്ളം ഉണ്ടല്ലേ, അവിടെ കുടിക്കാൻ വേണ്ടിയുള്ള ഗ്ലാസ് വെള്ളം, അതുപോലെ കുപ്പി വെള്ളമൊക്കെ ആണെങ്കിൽ അത് ആവശ്യത്തിന് എടുക്കാൻ പാടുള്ളൂ. അത് ആവശ്യത്തിന് തന്നെ എടുക്കാൻ പാടുള്ളൂ. അത് നമ്മുടെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ശേഖരിച്ചു വെക്കാൻ പാടില്ല. കാരണം അത് പള്ളിയിൽ വരുന്ന ആളുകൾക്ക് അതിനൊരു കണക്കുണ്ടല്ലേ, അവന്റെ ദാഹം തീർക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ ഒരു ഗ്ലാസ് കുടിക്കുക, ഒരു ഗ്ലാസ് കുടിച്ച് ദാഹം തീർന്ന് 2ാമത്തെ ഗ്ലാസ് കുടിക്കാനോ കൊണ്ടാവാം, അങ്ങനെ കുടിക്കാം. അത് എടുത്തുകൊണ്ട് നമ്മുടെ റൂമിൽ കൊണ്ടാക്കാൻ പാടില്ല. നേരെ മറിച്ച് ഇവിടെ ഗൾഫിലൊക്കെ ഉണ്ടാവും ഈ മറ്റേത് ഫിൽറ്റർ വെള്ളം അല്ലേ, മറ്റേ വലിയ ടാങ്കിലിട്ട് പൈപ്പ് തിരിച്ചിട്ട് അത് എത്രയും കൊണ്ടുപോകാന്ന്. കാരണം അത് അതിനുവേണ്ടി അതിനു വേണ്ടി വെക്കുന്നതാണ്. വഖഫ് എന്നുള്ളതല്ല, അത് അതിനു വേണ്ടി വെക്കുന്നതാണ്. ആവശ്യക്കാർക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെക്കുന്നതാണത്. വഴിയോരങ്ങളിലൊക്കെ ആണ്, പള്ളിയിലും അതുപോലെ വഴിയോരങ്ങളിലൊക്കെ ആണ്. പിന്നെ ഈ സല്ലാജിയും പിന്നെ അതിന്റെ മേലെ വലിയ ടാങ്ക് വെച്ചാൽ വെള്ളം ഉണ്ടാകും. അത് വെക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ്. അത് കാരണം അതിപ്പോ നമ്മൾ ഇമാറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സാധാരണ വെക്കാൻ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഉമ്മ മരിച്ച് വാപ്പും മരിച്ച്, അപ്പൊ അവരുടെ മഹഫിറത്തിന് വേണ്ടി അവർക്ക് വേണ്ടി വെക്കണാണ്. അപ്പൊ അത് ഇവിടെ സാധാരണ ചോദിക്കാറുണ്ട്, ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞ് വെള്ളം കഴിയുന്നില്ലേ, എന്താ ആരും കൊണ്ടുപോകണില്ലേ, ബേജാറില് ആരും കൊണ്ടുപോകണില്ലേ? അപ്പൊ അവർക്കത് ആളുകൾ കൊണ്ടുപോവുകയാണ് വേണ്ടത്. എന്റെ ഉമ്മാക്കും വാപ്പാക്കും അതിന്റെ സവാബ് കിട്ടണമല്ലോ, അതിന് വേണ്ടിട്ട് ആളുകൾ കൊണ്ടുപോകാൻ വേണ്ടത്. അപ്പൊ അത്തരം ഫിൽറ്ററുകളൊക്കെ വെച്ചിട്ടുണ്ടാവും. വെള്ള പിന്നെ ടാങ്കി അതിന്റെ താഴെ ഫിൽറ്റർ പൈപ്പ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അത് ആവശ്യക്കാർക്ക് വെള്ളം കൊണ്ടുപോകാനുള്ളതാണ്. അതിൽ നിന്ന് ഇഷ്ടം പോലെ ആർക്കും കൊണ്ടുപോകാം, അതുകൊണ്ട് വിരോധമില്ല. നേരെ വെച്ച് പള്ളികളിൽ ഗ്ലാസോ കുപ്പിവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അത് നിസ്കരിക്കാൻ വരുന്നവർക്ക് ദാഹം തീർക്കാനുള്ളതാണ്. അപ്പൊ അതിന്റെ ആവശ്യത്തിന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞാൻ 2.5 വർഷത്തോളമായി പ്രവാസ ജീവിതം നയിക്കുന്നു. ഒരുപാട് ജോലി നോക്കി, എല്ലാം ശരിയാകും. പക്ഷെ അവസാനം എന്തെങ്കിലും കാരണത്താൽ മുടങ്ങുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഖൈറായ നല്ലൊരു ജോലി എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. നിങ്ങളുടെ മനസ്സിന് നല്ല തൃപ്തിപ്പെട്ട ഖൈറായ നല്ലൊരു ജോലി നിങ്ങൾക്ക് അല്ലാഹു എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ബർക്കത്ത് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. ബിഹഖ് സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖൂഖി ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വബിഹഖൂഖി ജമീഇ ഇബാദിഹി സ്വാലിഹീൻ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ്. അസ്റായിൽ എന്ന മലക്ക് ഇല്ല എന്നും മലക്കുൽ മൗത്ത് എന്ന പേര് ആണ് ഉള്ളതെന്നും സമസ്തക്കാർ മദ്രസയിൽ പഠിപ്പിക്കുന്നത് തെറ്റാണെന്നും പറഞ്ഞു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. എന്താണ് വസ്തുത? അസ്രായേൽ എന്ന മലക്കില്ലാതെ അസ്രായേലെ കാണിച്ചു തരും. ഞാൻ വലിയ കാര്യം അതാണ് കാണിച്ചു തരും ചിലപ്പോ അസ്രായേൽ. ഏതായാലും അസ്രായേലിന്റെ മലക്കുൽ മൗത്ത് അല്ലെ, മലക്കുൽ മൗത്തിന്റെ പേര് അസ്രായേൽ ആണോ? അല്ലേ? മലക്കുൽ മൗത്തിന് അങ്ങനെയാണ് എന്താണ് മലക്കുൽ മൗത്ത് എന്നാണ് ഉള്ളത്. ഖുർആനിലും ഹദീസിലൊക്കെ മലക്കുൽ മൗത്ത് എന്നാണുള്ളത്. അങ്ങനെ അസ്രായേൽ എന്നൊരു പേര് മലക്കുൽ മൗത്തിന്, പിന്നെ ആ മലക്കുൽ മൗത്തിന്റെ പേര് അസ്രായേലാണ് എന്ന് എവിടെയും വന്നിട്ടില്ല എന്നാണ് വാദിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. മലക്കുൽ മൗത്തിന്റെ ഉക്കിലബിക്കും അങ്ങനെ അൽവാഫി മലക്കുൽ മൗത്തില്ലതി ഉക്കിലബിക്കും. എങ്ങനെയാണ് അത്? മലക്കുൽ മൗത്തിലെ ഉക്കിലബിക്കും അങ്ങനല്ലേ? അതെ. ഖുൽ മലക്കുൽ മൗത്തില്ലതി ഉക്കിലബിക്കും എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ തഫ്സീറുകൾ ഒരുപാട് തഫ്സീർ ഉണ്ട്. കുറച്ചൊന്നല്ല, ഒരുപാട് തഫ്സീറുകളുണ്ട്. ബഹുവ അത് മലക്കുൽ മൗത്ത് കൊണ്ട് ആരാണ്? അസ്രാഈലു, അത് അസ്രാഈലാണ് ഒരുപാട്. തഫ്സീർ ബഗവിൽ യതവഫാക്കും ഐ യഖ്ബിലു അർവാഹക്കും മലക്കുൽ മൗത്തിൽ ലദി വക്കില ബിക്കും ഐ വക്കില ബിഖബ്ലി അർവാഹിക്കും
വഹുവ ആരാണ് ഈ മലക്കുൽ മൗത്ത്? അസ്രാഈലു. കണ്ടില്ലേ, അസ്രാഈൽ അലൈഹിസ്സലാം ആകുന്നു. തഫ്സീർ ബഗവി. ഇതാ യതവഫാകും യഖ്റു അർവാഹകും മലക്കുൽ മൗത്ത് ലദി യുഖ്റു യഖ്റു അർവാഹകും വഹുവ അസ്രാഈലു അലൈഹിസ്സലാം സിറാജുൽ മുനീർ. തഫ്സീർ സിറാജുൽ മുനീർ. അങ്ങനെ ഒരുപാട് തഫ്സീറുകളുണ്ട്, ഞാൻ തന്നെ കുറെ കണ്ടിട്ടുണ്ട് അങ്ങനെ. ഇതാ മലക്കുൽ മൗത്തി തഫ്സീർ ഖുർത്തുബിയിൽ മലക്കുൽ മൗത്തി വഇസ്മുഹു, ഈ മലക്കുൽ മൗത്തിന്റെ പേര് അസ്രാഈൽ എന്നാണ് മലക്കുൽ മൗത്തിന്റെ പേര്. മഅനാഹു, അതിന്റെ അർത്ഥം എന്താ? അസ്രാഈൽ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അബ്ദുള്ള എന്നാണ്. തന്നെല്ലാം കിട്ടിയില്ലേ? മലക്കുൽ മൗത്തിന്റെ പേര് അസ്രാഈൽ എന്നാണ്. അസ്രാഈൽ എന്ന അതിന് അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം എന്താണ്? അബ്ദുള്ള എന്നാണ് ഇതിന്റെ അർത്ഥം. കമാ തഖദ്ദമ ഫിൽ ബഖറത്തി, സൂറത്തുൽ ബഖറയിൽ മുമ്പ് പറഞ്ഞ പോലെ. തഫ്സീർ ഖുർത്തുബി. അങ്ങനെ ഒരുപാട് തഫ്സീറുകൾ അങ്ങനെ ഉണ്ട്. അപ്പൊ സമസ്തക്കാർ സ്വന്തം ഇങ്ങനെ ഇജ്തിഹാദ് ചെയ്തിട്ട് ഇസ്രായേലിനൊരു പേര് കണ്ടുപിടിച്ച് അത് കൊടുത്തോന്നല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഞാൻ ഭാര്യയുടെ വിസിറ്റ് വിസക്ക് ദുആ ചെയ്യാൻ അറിയിച്ചിരുന്നു. അൽഹംദുലില്ലാഹ് വന്നു. ഉംറ സിയാറത്ത് കഴിഞ്ഞു. ഖബൂലാകാൻ ദുആ ചെയ്യണം. ആമീൻ പറഞ്ഞ എല്ലാവർക്കും റബ്ബ് പ്രതിഫലം നൽകട്ടെ. ആമീൻ. അത് നല്ലതാണല്ലേ. പല ആളുകൾ നമ്മൾ ദുആ ചെയ്ത് എല്ലാവരും ആമീൻ പറഞ്ഞു. അപ്പൊ അതൊക്കെ നന്ദി അറിയിച്ചിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഉംറയും മറ്റു അമലുകളൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യുകയും അത് മീസാനിൽ വലിയ ഭാരം നൽകുകയും ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ്. നിസ്കാരക്കുപ്പായം നീളം ഉള്ള നിസ്കാരക്കുപ്പായം നീലം, അതായത് ഉജാല മുക്കുന്നതിന്റെ വിധി എന്താണ്? അതിന്റെ വിധി ജായിസാണ്. നിസ്കാരക്കുപ്പായത്തിന് ഉജാല മുക്കല് വിരാതൊന്നല്ല, തർക്കമില്ല, ജായിസാണ്. അത് നജസല്ല, വെറുതെ ഉള്ള ഭഗവാൻ നജസാക്കാൻ നിൽക്കല. ഉസ്താദെ, എന്റെ ഉംറക്കുള്ള രേഖകൾ എല്ലാം ശരിയായി കിട്ടി. ഇൻഷാ അല്ലാഹ് 22-ന് പോവാൻ ഉദ്ദേശിക്കുന്നു. 22 ഇന്നല്ലേ? ഉസ്താദ് ക്ലാസ് റൂമിൽ ദുആ ചെയ്യണം, ശരിയായ അമലായി കിട്ടാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ നിങ്ങളെ സഹായിക്കട്ടെ, നിങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു ചെയ്യുന്ന അമലൊക്കെ ഖബൂൽ ചെയ്യട്ടെ, നിങ്ങൾക്ക് പൂർണ്ണ സവാബ് അല്ലാഹു തആല നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാലത്ത് ധാരാളം സ്ത്രീകൾ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനെ ജോലി ചെയ്യുന്ന സ്ത്രീയുടെ ഉദാഹരണം വീട്ടുവേലക്കാരി, ഭർത്താവ് നാട്ടിൽ മരണപ്പെട്ടാൽ അവർ എവിടെയാണ് ഇദ്ധരിക്കേണ്ടത്? ലീവ് കിട്ടാൻ പ്രയാസമുള്ള സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന വീട്ടിൽ തന്നെ ഇദ്ദ അനുഷ്ഠിച്ചാൽ മതിയാകുമോ? ഭർത്താവ് മരിച്ചതിന്റെ ഇദ്ദ, ആ ഭർത്താവ് മരിക്കുന്ന സമയത്ത് അവൾ എവിടെയാണോ ഉള്ളത് അവിടെ അവൾ ഇരിക്കലാണ് ഏറ്റവും ഉത്തമം. അങ്ങനെയാണ്. ഭർത്താവ് മരിക്കുന്ന സമയത്ത് അവൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരിക്കുക. അവിടെ ഇരിക്കാച്ച ഇദ്ദക്കാർ അവരുടെ ഭാഗത്ത് ഇരിക്കണമെന്നല്ലാറത്. പിന്നെ അവിടെ ആ സമയത്ത് ആ കാലം യുദ്ധകാലം അവിടെ കഴിച്ചു കൂട്ടലാണ് ഏറ്റവും നല്ലത്. അതേ സമയത്ത് ഇനി അതല്ല, അവിടെ പ്രയാസക്കണ്ണിയിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് നീ പോകുന്നത് കൊണ്ട് വിരോധവുമില്ല. ഭർത്താവിന്റെ വീട്ടിലാണ് ഭർത്താവ് മരിക്കുന്ന സമയത്ത്, അപ്പൊ അവിടെ ഇരിക്കുക. ഇനി അതല്ല, ഇത് ഭർത്താവിന്റെ വീട്ടിലായിരുന്നു, അപ്പൊ ആ സമയത്ത് അതിനേക്കാൾ സുരക്ഷിതത്വം അവളുടെ ദീനും അഭിമാനവും ഒക്കെ കാക്കാൻ ഏറ്റവും നല്ലത് അവിടെ നിങ്ങളാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ നീങ്ങുന്നത് കൊണ്ട് വിരോധവുമില്ല. അങ്ങനെ അതൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എങ്കിൽ എവിടെയാണ് ഭർത്താവ് മരിക്കുന്ന സമയത്ത് അവൾ എവിടെയാണ് ഉള്ളത് അവിടെ ഇദ്ദ കാലം കഴിച്ചു കൂട്ടലാണ് ഏറ്റവും ഉത്തമം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉസ്താദ്, എനിക്ക് നാട്ടിൽ ചെറിയൊരു തെങ്ങിൻ തോട്ടം ഉണ്ട്. വർഷത്തിൽ 1500 തേങ്ങ കിട്ടുന്നുണ്ട്. ഇതിന് സക്കാത്ത് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചെറിയ എത്രയാണ് കൊടുക്കേണ്ടത്? അതിന് സക്കാത്തൊന്നും, തേങ്ങക്കും അടക്കൊന്നും അതിന് സക്കാത്തൊന്നും ഇല്ല. അതേസമയത്ത് നിങ്ങൾ വലിയ തോട്ട മുതലാളിയൊക്കെയാണ്, അങ്ങനെ അതിന്റെ അടക്കും തേങ്ങയൊക്കെ വിറ്റ പൈസ ഉണ്ടല്ലോ, ആ പൈസ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? ആ അടക്കും തേങ്ങയൊക്കെ വിറ്റ പൈസ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് അത് നിസാബ് തികയുന്ന സംഖ്യയായി. എന്നിട്ട് ആ സംഖ്യ എന്ത് ചെയ്തു? നിങ്ങൾ ഒരു വർഷം സൂക്ഷിച്ചു വെച്ചു. എന്നാലും അതിന് സക്കാത്ത് കൊടുക്കണം. അത് അടക്കഞ്ഞി തേങ്ങന്റെ സക്കാത്തല്ല, അത് നിങ്ങൾ പൈസ സൂക്ഷിച്ചു വെച്ച് നിസാബ് തികഞ്ഞ സംഖ്യ ഒരു വർഷം സൂക്ഷിച്ചു വെച്ചതിന്റെ സക്കാത്താണത്. അല്ലാതെ തേങ്ങക്കും അടക്കൊന്നും സക്കാത്തൊന്നുമില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞങ്ങൾ
ഞങ്ങളെ കൂട്ടുകാർ ജോലിയിൽ നിന്ന് ശരി ഞങ്ങളെ കൂട്ടുകാരെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിരിക്കും. ഞങ്ങളുടെ കൂട്ടുകാരെ ജോലിയിൽ പിരിച്ചിരിക്കും. ഞങ്ങളെയും പിരിച്ചു വിടും എന്ന് പറയുന്നുണ്ട്. ഞങ്ങളെ പിരിച്ചു വിടാതിരിക്കാനും കടം വീടാനും ഉസ്താദ് ക്ലാസ് റൂമിൽ ദുആ ചെയ്യണം. ജോലിന് പിരിച്ചിട്ട് നിങ്ങൾ ബേജാറൊന്നും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ ഏറ്റവും ഖൈറായ ജോലി നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. ചിലപ്പോൾ ഇതിനെ പിരിച്ചിട്ട് ഇതിനേക്കാൾ നല്ല ജോലി കിട്ടുകയാണെങ്കിലോ അങ്ങനെ ഉണ്ടാവില്ല ചിലപ്പോ അല്ലെ. ഇതാണ്ട് ഇതിന് പിരിച്ചിട്ട് അത് പിന്നെ തോന്നുന്നു ഇത് പിരിച്ചിട്ട് നന്നായി, അപ്പൊ അതുകൊണ്ടല്ല ഇത് കിട്ടിയതെന്ന്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഖൈറായ ജോലി നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. അതിൽ അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അതിന് നിങ്ങളുടെ മനസ്സിന് അല്ലാഹു സംതൃപ്തിയും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. കഷ്ടപ്പെടുത്താതിരിക്കട്ടെ. പക്ഷേ ദുനിയാവിലും ആഖിറത്തിലും കഷ്ടപ്പെടുത്താതിരിക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എന്റെ അനിയൻ നാളെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ്. പ്ലീസ് പാസ്സാവാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പാസ്സാക്കട്ടെ, വിജയിപ്പിക്കട്ടെ. കുറച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അടുത്ത ടെസ്റ്റിൽ തന്നെ വിജയിക്കാൻ ഹൈറെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കട്ടെ. ഹൈറായ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസമൊന്നും കൂടാതെ അല്ലാഹു വിജയിപ്പിക്കുകയും അതിൽ അല്ലാഹു ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, എന്റെ മോളെ ഈ വരുന്ന 20 എൻട്രൻസ് എക്സാം എഴുതാൻ പോവുകയാണ്. ഉന്നത വിജയത്തിന് ദുആ ചെയ്യണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് ഉന്നത വിജയം പ്രദാനം ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഉന്നത വിജയം അവൾക്ക് പ്രദാനം ചെയ്യട്ടെ. നല്ല വിദ്യാഭ്യാസം അല്ലാഹു നൽകട്ടെ. എത്ര വിദ്യാഭ്യാസം ഉണ്ട് എങ്കിലും അള്ളാഹുവിനെ മറക്കാതെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ല ഒരു സാലിഹത്തായ ഒരു പെൺകുട്ടിയാകട്ടെ അള്ളാഹു തആല അവളുടെ വിദ്യാഭ്യാസം കൊണ്ട് അവളെ കൊണ്ട് അള്ളാഹു തആല കുടുംബത്തിനും ദീനിനും ഉപകാരം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഉസ്താദേ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഞാനും ഭാര്യയും ഉംറക്ക് പോകാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു. 28 ഏപ്രിൽ ഈ നാട്ടിൽ നിന്ന് ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ. അമലുകളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുകയും അമലുകളൊക്കെ അല്ലാഹു തആല ഖബൂൽ ചെയ്യുകയും അതിന്റെയൊക്കെ പൂർണ്ണമായ സവാബ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുന്നു. നിങ്ങളുടെ ദുആയിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഉസ്താദെ, ചെറുപ്പകാലത്ത് അതായത് പ്രായപൂർത്തി എത്തിയതിനു ശേഷം കുറെ ഫർദ് നിസ്കാരം നോമ്പും ഒഴിവായിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. മുമ്പ് ഒഴിവായ ഫർളുകൾ എല്ലാം ഖദാ വീട്ടാതെ സുന്നത്ത് നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്ന്. അതിനെപ്പറ്റി പറയാൻ വേണ്ടി. അത് ശരി, അതിനെപ്പറ്റി പറയണ എന്തൊരു സംഭവം. നിസ്കാരം ഫർദ് കള്ളാവുള്ള ആളുകളിൽ മറ്റു സുന്നത്തായ കാര്യങ്ങൾക്ക് ഏർപ്പെടൽ ഹറാമാകുന്നു. ആ ഫർദ് നിസ്കാരം ഖദാ വീട്ടാൻ തടസ്സം വരുന്ന സുന്നത്തുകൾ ഏർപ്പെടൽ ഹറാമാണ്. അങ്ങനെയാണ്. ഫർദ് നിസ്കാരം ഖദാവുള്ള ആളുകളെ എത്രയും വേഗം ഫർദ് നിസ്കാരം ഖദാ വീട്ടണം. ആ ഖദാ വീട്ടുന്നതിന് തടസ്സമാകുന്ന സുന്നത്തായ കാര്യങ്ങളല്ലോ അതൊക്കെ ചെയ്യൽ ഹറാമാണ്. പിന്നെ നോമ്പ് ഖദാ ഉണ്ടെങ്കിൽ അതും തന്നെ എത്രയും വേഗം ഖദാ വീട്ടൽ നിർബന്ധമാണ്. നിങ്ങൾക്ക് ഖദാ വീട്ടാൻ ആരോഗ്യമുള്ള ആളാണ് എങ്കിൽ അത് എത്രയും വേഗം ഖദാ വീട്ടണം. ഇനി അതല്ല ഖദാ വീട്ടാൻ ഇല്ലാത്ത ആളാണ് നിൽക്കുക, ആരോഗ്യമില്ല ആൾക്ക്, എന്നാലും ഓരോ ദിവസത്തെ നോമ്പിനും ഓരോ മുദ്ദ് കൊടുത്താൽ മതി. ഒരുപാട് PM ഉണ്ടല്ലോ. എപ്പോഴാ കഴിയപ്പോ? കുറെ PM ഉണ്ട്. സമയം വേഗം ചെയ്തിട്ടുണ്ട്. എന്നറിയുന്നത് ഒഫറൻ വരെ എത്തിക്കണ. എത്തിക്കണമെങ്കിൽ ഇല്ല. എന്താണ് വേഗം വരുത്തി. ഞാനതിലെ മൈക്ക് റിലീസ് ചെയ്യാണ്. ഇത് ലൈസ എന്ന് പറയുമ്പോ അല്ലേ ഇല്ലാന്നതിന് മൊറോക്കോക്കാരൊക്കെ അറിയാം. ലൈസ എന്ന് പറയും അല്ലേ? ഓണാടുണ്ടോ എന്ന് വെച്ചാൽ ലൈസ. മൊറോക്കോ, അൾജീരിയ അല്ലെ മുരീത്താനിയക്കാര് അല്ലേ? ഇങ്ങനെ ഇവിടെ ഇപ്പൊ നമ്മുടെ അയൽവാസികളായിട്ട് കുറെ മുരീത്താനിയക്കാരും മൊറോക്കോക്കാരൊക്കെ ഉണ്ട്.
അള്ളാഹു തആലാന്റെ ഒരു ഈ ഭാഷകളെ, അറബി ഭാഷ ഇറാഖ് മുതൽ മൊറോക്കോ വരെ വ്യാപിച്ചു കിടക്കുന്ന രാജ്യം, ആ രാജ്യങ്ങളിലൊക്കെ വിവിധ ലഹിജകളാണ്. ഇറാഖികളുടെ ലഹജയും ജസീറത്തുൽ അറബിയുള്ള ആളുകൾ ലഹജയും തമ്മിൽ അധികം വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇറാഖിൽ സംസാരിക്കണം നമുക്ക് തിരിയും. അതേസമയത്ത് മിസ്രിൽ പോയാലേ, മിസ്രിൽ പോയാൽ തിരിച്ചിട്ട് കുറച്ച് കുറയും. തൂണിസ്, ലിബിയ, അൾജീരിയ, മൊറോക്കോ ഒക്കെ ആണെങ്കിൽ തിരിയല് പറ്റേ കുറയും. എനിക്കൊക്കെ എന്റെ സ്ഥിതി അങ്ങനെയാണ്, പറ്റേ കുറയും. പക്ഷെ അതേ സമയത്ത് എല്ലാവരുടെയും ഫുസ്ഹ ഒന്നാണ്. ഫസീഹായ കലാം എല്ലാവർക്കും ഒന്നാണ്. അതുകൊണ്ട് എല്ലാവരോടും സംസാരിക്കും ചെയ്യാലോ. അതാണ് അല്ലാഹു തആല ഈ അറബി ഭാഷക്ക് നൽകിയ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ എല്ലാവർക്കും ഫസീഹ ആയ ഭാഷ ഒന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാ ലഹജക്കാരോടും സംസാരിക്കാം. ലിസ്സ എന്ന് പറയല് അല്ലാഹു റബ്ബി. അപ്പൊ ഇൻഷാല്ലാ ഞാൻ മൈക്ക് ഒഴിവാക്കാണിത്. ഇനി കുറെ ടീമുണ്ട്. അത് ഇൻഷാല്ലാ നമുക്ക് നാളെ അതിനെ കുറിച്ചൊക്കെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. പിന്നെ അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു വലിയ ഖിദ്മത്തായി അള്ളാഹു സ്വീകരിക്കുകയും അതിന് വലിയ സവാബ് അള്ളാഹു തആല പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ പല വിഷയത്തിനു വേണ്ടിയും ദുആ ചെയ്യാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ എന്തൊരു കാര്യത്തിന് വേണ്ടിയാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്, ആവശ്യപ്പെട്ടത്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും